പ്രൈസ് ലോർഡ്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് സിമ്പിൾ എക്സ്പ്രഷൻസ് ഓഫ് ഫെയ്ത്ത്. ഇത് മാത്രം, അതായത് സിമ്പിൾ, ഉടമ്പടിയിലുള്ള സിമ്പിൾ എക്സ്പ്രഷൻസ് ഓഫ് ഫെയ്ത്ത്, ലളിതമായ ചില വിശ്വാസാവിഷ്കാരങ്ങൾ. നമ്മുടെ ഒരു വിഷയത്തിലേക്ക്, ഉടമ്പടിയുടെ ഒരു വിഷയത്തിലേക്ക് ദൈവത്തെ കക്ഷി ചേർക്കുന്നതിന് സാധാരണ മനുഷ്യരുടെ ജീവിതത്തിലെ അവർക്ക് ദൈവം കൊടുക്കുന്ന ചില ലളിതമായ പരിഹാര മാർഗങ്ങളുണ്ട്. ഞാൻ ഈ ദിവസങ്ങളിൽ കേട്ടൊരു സാക്ഷ്യത്തിൽ നിന്നാണ് എനിക്കത് മനസ്സിലായത് കൂടുതൽ. അതായത് ഈ ദിവസങ്ങളിലെ സാക്ഷ്യങ്ങൾ ലളിതമായ സാക്ഷ്യമാണ്. നിങ്ങൾക്ക് ചിലർക്ക് അതത്ര വലിയ സാക്ഷ്യമാണെന്ന് തോന്നത്തില്ല, പക്ഷെ വലിയ സാക്ഷ്യമാണത് കേൾക്കുമ്പോൾ. അതായത് ഒരു വ്യക്തിക്ക് അറബി രാജ്യത്ത് ജോലി നഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ഭൗതികമായി നമ്മളെല്ലാം ആശ്രയിച്ചിരിക്കുന്നത് ജോലിയിലാണ്. വരുമാന മാർഗം തീർന്നാൽ അതിൻ്റെ ഒപ്പം പല കാര്യങ്ങളും തീരും. അപ്പോൾ അത്ര നിസ്സാരമല്ല ജോലി എന്ന് പറയണത്. ഉടമ്പടിയിൽ ജോലി ഒരു പ്രധാനപ്പെട്ട സബ്ജക്റ്റാണ്. മനുഷ്യൻ്റെ എല്ലാ വിഷയങ്ങളും, ജീവിത പ്രാരാബ്ധങ്ങൾ ഒക്കെ ഉടമ്പടി വളരെ സുന്ദരമായിട്ട് കൈകാര്യം ചെയ്യുന്നത് കാണാം. അതിൽ ലളിതമായ ചില പരിഹാര മാർഗങ്ങൾ ചില സാധാരണ മനുഷ്യരിൽ നിന്നുണ്ടാകുമ്പോൾ അതിൻ്റെ സ്ക്രിപ്ചറൽ സ്പേസ് സുവിശേഷവിഹിതമായി അതിൻ്റെ സ്ഥാനം എവിടെയാണ് എന്ന് പരിശോധിച്ചിട്ട് നിങ്ങൾക്ക് കൂടി, അവർക്ക് മാത്രമല്ല അവർ നേടിയെടുത്ത അതേ അനുഗ്രഹം നിങ്ങൾക്ക് നേടിയെടുക്കാൻ വേണ്ടി ആണ് ഞാനത് സാക്ഷ്യത്തെ ജനറലൈസ് ചെയ്യുന്നത്. ചില പെർട്ടിക്കുലർ കാര്യങ്ങളായിരിക്കും നടന്നത്, വളരെ സ്വകാര്യവും ഒറ്റപ്പെട്ടതുമായിട്ടുള്ള കാര്യങ്ങൾ. പക്ഷെ ഞാനത് സാക്ഷ്യത്തിൽ അത് വിശദീകരിക്കുമ്പോൾ എന്താണ് ഞാൻ ചെയ്യുന്നത്? ഞാനതിനെ ജനറലൈസ് ചെയ്തിട്ട് മറ്റുള്ളവരെ കൂടി ആപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാനതിനെ ഒരു സയൻറ്റിഫിക് രീതിയിൽ അറേഞ്ച് ചെയ്ത് തരും നിങ്ങൾക്ക്. അവരിങ്ങനെ ചെയ്തപ്പോഴാണ് രക്ഷപ്പെട്ടത്, അത് കഥകൾ. അവരിങ്ങനെ ചെയ്തപ്പോഴാണ് രക്ഷപ്പെട്ടത്. നിങ്ങളും ആ ഒരു മാർഗം നോക്കിയാൽ നല്ലതായിരിക്കും, ചിലവർ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ ആ വഴി നോക്കിയാൽ രക്ഷപ്പെടും? അതിൻ്റെ ബുദ്ധിപരമായ കൺകറൻസ്, ഇൻ്റലക്ച്വൽ കൺകറൻസ് എന്ന് പറയും. ബുദ്ധിപരമായിട്ടുള്ള യുക്തി എവിടെയാണ് അത് ഞാൻ സാക്ഷ്യത്തിൽ പറയും. അപ്പോൾ കുറച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഓഡിയൻസിനെ ഇപ്പം അച്ഛൻ പറഞ്ഞത് ശരിയാണ് എന്നവർക്ക് പറയും. കാര്യം അവർ യുക്തി കൊണ്ടാണ് ചില കാര്യങ്ങൾ ചെയ്യണത്. കുറച്ച് എഡ്യൂക്കേഷൻ കൂടി കഴിയുമ്പോൾ പിന്നെ നമ്മൾ റീസണും ഭയങ്കര വില്ലനായിട്ട് വർക്ക് ചെയ്യും. എഡ്യൂക്കേഷന് അങ്ങനെ ഗുണമുണ്ട് ദോഷമുണ്ട്. എഡ്യൂക്കേഷൻ ലെവലിൽ കൂടിക്കഴിഞ്ഞാൽ റീസൺ, ബുദ്ധി ഒരു വില്ലനായിട്ട് വർക്ക് ചെയ്യും. എന്തിൻ്റെ? വിശ്വാസത്തിൻ്റെ വില്ലനായിട്ട് വരും. ഇപ്പോൾ എല്ലാ സിനിമയിലും എല്ലാ കഥകളിലും ഒരു ഹീറോയും ഉണ്ടാവും, ഒരു വില്ലനും ഉണ്ടാവും. അപ്പോൾ ഹീറോ ആയിട്ട് വരുന്നത് പലപ്പോഴും വിശ്വാസമായിരിക്കും. അതിൻ്റെ വില്ലനായിട്ട് വരുന്നത് ആരായിരിക്കും? യുക്തിയായിരിക്കും. ഇനി യുക്തിയെ നമ്മളെങ്ങനെയായിട്ട് മലത്തി അടിക്കണം എന്നുള്ളതാണ് പിന്നീട് അടുത്ത പ്രോസസ്സിലൂടെ പറയണത്. കാര്യം ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് പോവുക ചില സമയത്ത് സാഹചര്യം ഒക്കത്തില്ല. സാധാരണഗതിയിൽ ഇവർ തമ്മിൽ സഹസഞ്ചാരമാണ്, യുക്തിയും വിശ്വാസവും ഒരുമിച്ചാണ് പോണത്.
പക്ഷെ ചില മേഖലയിൽ വന്നു കഴിഞ്ഞാൽ യുക്തി വർക്കൗട്ട് ചെയ്യത്തില്ല. എന്താ കാര്യം? അവിടെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ സ്നേഹം മാത്രമേ വർക്കൗട്ട് ചെയ്യത്തുള്ളൂ. അവിടെ യുക്തി വർക്കൗട്ട് ചെയ്യത്തില്ല. യുക്തി വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കോമൺ എന്ന് എൻ്റെ അർത്ഥം. യുക്തി ഉപയോഗിച്ച് കഴിഞ്ഞാൽ വിശ്വാസമില്ലാത്തവർക്ക് യുക്തി കൊണ്ട് ജീവിക്കാൻ പറ്റും. വിശ്വാസമില്ലാത്തവർക്ക് യുക്തി കൊണ്ട് ചിലർക്ക് ജീവിക്കാൻ പറ്റും ചില കാര്യങ്ങൾക്ക്. പക്ഷെ യുക്തി മാത്രമുള്ളവർക്ക് വിശ്വാസം കൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ല. ഇതാണ് വിഷയം. യുക്തി മാത്രം ഉപയോഗിക്കുന്നവർക്ക് വിശ്വാസം കൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ല. കാര്യം എന്താണ്? ചില വിഷയങ്ങൾ യുക്തിയാതീതമാണ്. ഇപ്പോൾ ഇവിടെ പറയുന്ന ഒരു സാക്ഷ്യത്തിലൊരു മായയുണ്ട്, ഒരു സുശീലയുണ്ട്. നാട്ടുകാരാണ്, ചേർത്തലക്കാരാണ് ഇവർ. അപ്പോൾ സുശീലയുടെ മകളാണ് ഈ മായ. മായയെ ഒരു അവളുടെ ഏജൻസി പറ്റിച്ചു എന്നാണ് പ്രശ്നം. ഈ കേസ് സ്റ്റഡി പോണത് ഇങ്ങനെയാണ്, ആ സാക്ഷ്യം പോണത് ഇങ്ങനെയാണ്. മായയെ ഏജൻസി 5 ലക്ഷം രൂപ വാങ്ങിച്ച് ഇവർ ഗൾഫിൽ ജോലി കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ കഫീലിന് അവിടെയുള്ള വിസ നമുക്ക് തരുന്ന ആളിന് ഏജൻസി പൈസ കൊടുത്തില്ല. ആ പൈസയും കൊണ്ട് ഏജൻസി മുങ്ങി. ഇപ്പോഴേ കഫീലിൻ്റെ പേരിലാണ് ഇവിടെ വിസ നിൽക്കണത്. അവരാണെങ്കിൽ അത് കാരണം എന്ത് പറ്റുമെന്ന്, ഇവരുടെ ജോലിയുടെ പകുതി ശമ്പളം കഫീലിന് പോവും. ഇവർ ജോലി ചെയ്യുന്നുണ്ട്, പക്ഷേ ശമ്പളം പകുതിയോടും ഈ വിസ തന്ന ആൾ അവർക്ക് പൈസ കിട്ടിയില്ലല്ലോ. ഏജൻസിക്ക് പൈസ കിട്ടി, ഏജൻസി മുങ്ങിയല്ലോ. അപ്പോൾ ആ പൈസ അവർക്ക് കിട്ടാത്ത കാരണം ഇവരെ വെച്ചുകൊണ്ട് അവർ കാശുണ്ടാക്കുകയാണ്. പക്ഷേ ഇവർക്ക് രണ്ടുപേർക്കുള്ള കാശുകൾ നേരത്തെ കൊടുത്തിരുന്നു. അത് പക്ഷേ ഏജൻറ്റ് കഫീലിന് കൊടുത്തില്ല. അതാണ് പ്രശ്നം. വിസ ഡോണറിന് കൊടുത്തില്ല. ജീവിതം നരകതുല്യമായിപ്പോയി. എന്താ? ജോലിയേ ഇല്ല. ഉള്ള ജോലിയുടെ പകുതി ശമ്പളം കൊണ്ട് കഫീൽ പോകും. പിന്നെ ഇവർ തമ്മിൽ അവസാനം ഇത് പറഞ്ഞ് തർക്കമായി, വഴക്കായി, സങ്കടമായി, നിലവിളിയായി. പണി ചെയ്തിട്ട് കാര്യമില്ല, നാട്ടിൽ പൈസ അയക്കാൻ പറ്റണില്ല, ചിലവിന് പൈസ തികയുന്നില്ല. അന്യരാജ്യങ്ങളിൽ പോയി വിഷമിക്കുന്നവർ എന്തുമാത്രമാണെന്നറിയോ? അവരെല്ലാവരും, നിങ്ങൾ ഓർക്കരുത്, അവർ അവിടെ പോകുമ്പോൾ എല്ലാം ഭംഗിയായിട്ട് അവർ സന്തോഷമായിട്ട് ജീവിക്കണമെന്ന്. അവരിതിനേക്കാൾ കഷ്ടപ്പെട്ട് അതായത് ഒരു 60% പേര് ഇവിടെ കേരളത്തിൽ ജീവിച്ചതിനേക്കാൾ മോശമായിട്ട് അവിടെ ജീവിക്കണേ. അവിടെ ചെന്നാലേ അത് മനസ്സിലാകത്തുള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഷാർജയിൽ ധ്യാനം നടത്തിക്കൊണ്ടിരിക്കും. ഇപ്പം രാവിലെ 3 ആൾക്കാർ എന്നെ കാണാൻ വേണ്ടി നിൽക്കും. 5 മണി വെളുപ്പിന് 5 മണിക്ക് തന്നെ ആൾക്കാർ വരും. ഞാൻ 2 മണി വരെ കാണും. അപ്പം ഞാൻ തളർന്നു പോകും. കാര്യം ധ്യാനമുണ്ട്. വൈകുന്നേരം 5 മണിക്ക് ധ്യാനം തുടങ്ങിയാൽ 10 മണിക്കാണ് തീരണത്. അപ്പം അതുകൊണ്ട് നമുക്ക് കുറച്ച് പ്രാർത്ഥിക്കണ്ടേ. അപ്പോൾ ഞാൻ 2 മണിയാകുമ്പോൾ ഒരു കണക്കിന് ഞാനത് അവസാനിപ്പിക്കും. അപ്പം അങ്ങനെ ആ മേഖലയിലെല്ലാം പറയുന്ന കാര്യങ്ങൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. അത് കാരണം നിങ്ങളങ്ങനെയുള്ള സങ്കടത്തിൽപ്പെട്ട് കിടക്കുന്ന എല്ലാവരെയും ഒന്ന് ഓർത്ത് ഒന്ന് ശക്തമായി ദൈവതിരുസന്നിധി ഏൽപ്പിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ആരാധന യേശുവേ. വിദേശ ഹല്ലേലൂയ, രാജ്യങ്ങളിൽ ഹല്ലേലൂയ, പല ഹല്ലേലൂയ. കാരണങ്ങൾ മൂലം യേശുവേ ആരാധന, വിട്ടുപോയ മക്കളെ ഈ ആരാധനയോട് ചേർത്ത് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സഞ്ചാരി മാതാവ് സഞ്ചരിച്ചെത്തി ആ മക്കളുടെ വിഷയങ്ങളിലെല്ലാം വേഗം ഇടപെട്ട് ഓടി വന്ന് ഈ ആൾക്കാരിൽ സാക്ഷ്യം പറയുവാൻ ആ മക്കൾക്ക് എല്ലാവർക്കും കൃപ നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു വിഷമസന്ധി വന്നപ്പോൾ ഇവൾക്ക് ഈ മായയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ല. വീട്ടിലാണെങ്കിൽ കടമൊക്കെ വാങ്ങിച്ചാൽ പോയിരിക്കണത്. അതിൻ്റെ പലിശ കടക്കാരുടെ അലട്ടൽ, അവൾക്കാണെങ്കിൽ കിട്ടുന്ന ചെറിയ ശമ്പളത്തിൻ്റെ പകുതിയും കൊണ്ട് കഫീൽ പോവും. ഭക്ഷണം കഴിക്കണം, പിന്നെ കൂടാതെ അവൾക്ക് വാടക കൊടുക്കണം. അങ്ങനെ പല പ്രശ്നങ്ങൾ. എനിക്ക് ക്ഷീണവും രോഗമൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനൊക്കെ വലിയ പൈസ ചിലവാണ്. പല പ്രശ്നങ്ങളാണ് അങ്ങനെ. അപ്പം ഇതെല്ലാം ഇവളുടെ അമ്മയോട് പറയും, അമ്മയുടെ അനിയത്തിയോടും പറയും. ആദ്യമൊക്കെ പറയാതില്ല, പിന്നെ നിവർത്തിയില്ല വരുമ്പോൾ നമ്മൾ പറഞ്ഞു പോകത്തില്ലേ. പക്ഷെ അവരെന്ത് ചെയ്യാനാണ്? നാട്ടിൽ നിൽക്കണം, അവരെന്ത് ചെയ്യാനാണ്? പക്ഷെ അവർക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താ കാര്യം? ഒന്ന്, അവർക്ക് ഉടമ്പടി ചെയ്യാം. അതാണ് സംഭവം.
ചിലർ എന്നോട് പറയും, ഞാനവിടെ ചെന്നപ്പോൾ എന്നൊക്കെ വിളിച്ച് അവർ പറഞ്ഞ വിമർശനം, ചിലർ പറഞ്ഞത് അച്ഛൻ ഈ ജീവിത പ്രസംഗമാണ് എപ്പോഴും പറയണത്, മാതാവിനെ കുറിച്ചേ പറയത്തുള്ളൂന്ന്. ഞാൻ പറഞ്ഞു, മാതാവ് ആണ് ജീവിത പ്രശ്നം എടുക്കുന്നത്. അവർക്ക് വീഞ്ഞില്ല, ജോലിയില്ല, വീടില്ല, വിവാഹം നടക്കണില്ല, രോഗമാണ്, എന്തൊക്കെ ഈശോ അടുത്ത് പറയണത് ആരാണ്? മാതാവല്ലേ. പിന്നെ നമുക്ക് എന്താണ് ജീവിത പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ? ജീവിത പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർക്ക് ചിലപ്പോൾ എൻ്റെ പ്രസംഗങ്ങൾ ചിലപ്പോൾ അവർക്ക് അഫ്ലുവൻ്റായിട്ടൊക്കെ ജീവിക്കുന്ന ആൾക്കാരില്ലേ, അഫ്ലുവൻ്റായിട്ട്. ഈ ഏറ്റവും അപകടകാരികളെന്ന് പറയണത് എനിക്ക് തോന്നിയിരിക്കുന്നത് ഒന്നെങ്കിൽ എക്സ്ട്രീമിൽ ജീവിക്കുന്നവർ, ഭയങ്കര കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരും, അതുപോലെ ഏറ്റവും നല്ലവണ്ണം ജീവിക്കുന്നവരും. ഇതിൻ്റെ ഇടയ്ക്കൊന്ന് ജീവിക്കാനാണ് നോക്കേണ്ടതെന്ന് തോന്നണം. ഏറ്റവും നല്ലവണ്ണം ജീവിക്കുന്നവരുണ്ട്, അവർക്ക് ദൈവത്തിനെ കൊണ്ട് ആവശ്യമില്ല. ഏറ്റവും മോശമായിട്ട് ജീവിക്കുന്നവർ, അവരുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടായില്ലെങ്കിൽ പിന്നെ ദൈവത്തിന് എന്തിനാണെന്ന് അവർക്ക് ഒരു ഈ രണ്ട് കക്ഷികൾക്കും അവരെല്ലാം ഡേഞ്ചർ സോണിലാണ് നിൽക്കുന്നത്. ഈ നടുക്ക് നിൽക്കുന്ന ഒരു വിഷയം, ദൈവത്തിന് വേണ്ടി അവർക്ക് അത്യാവശ്യം ജീവിക്കാനുള്ള മാർഗമൊക്കെ ഉണ്ട്. ഇനി ദൈവത്തിൻ്റെ കൂടെ അവർക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അവർ ദൈവത്തെക്കുറിച്ച് പറയാൻ ഞങ്ങളെപ്പോലുള്ളവരെ വിളിക്കുവരെയും. പക്ഷേ ഉള്ള പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവർക്കും ഇപ്പോൾ അവിടെ ഞങ്ങളെ വിളിച്ചവരെ, ഞാനും ഇപ്പോൾ ഒരു ഷോജു എന്ന് പറഞ്ഞൊരു ഷോജു, പിന്നെ ഒരു വത്സല, ഇവരാണ് എൻ്റെ അച്ഛന്മാരൊക്കെയാണ് അതിൻ്റെ ആധികാരികമായിട്ടുള്ള കറസ്പോണ്ടൻസ് ഉണ്ടെങ്കിലും ഇതിൻ്റെ മോഡുലേറ്ററായിട്ടൊക്കെ നിൽക്കുന്നവർ ഇവരാണ്. അപ്പം ഞാൻ രാവിലെ ആൾക്കാരെ കാണുന്നതിന് മുമ്പ് ഇവരുമായിട്ട് കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിക്കും. കുറച്ച് നേരം ഇരുന്ന് അങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം ധ്യാനത്തിൽ ഈശോ എന്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇതിൻ്റെ സ്റ്റാറ്റസ് എന്താണ്, ഇതിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് നോക്കാൻ, സ്ഥിതി എന്താണ്, ധ്യാനത്തിൻ്റെ സ്ഥിതി, ഇത് ധ്യാനം നന്നായിട്ട് വേണം പോകുന്നത്, അതോ ധ്യാനത്തിൻ്റെ അകത്ത് വല്ലതും കറക്ഷനുണ്ടോ, കർത്താവിന് എന്തെങ്കിലും കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് കൂട്ടിച്ചേർക്കാനോ അത് കറക്റ്റ് ചെയ്യാനോ ഉണ്ടോ എന്നറിയാൻ വേണ്ടി ഞാൻ എപ്പോഴും അപ്പോഴും മാത്രമല്ല, ഞാൻ എപ്പോഴും ഇങ്ങനെ ഒരുവിധം പ്രാർത്ഥിക്കാൻ ദൗത്യമുള്ളവർ, ഈ ദൗത്യമുള്ളവർക്കുള്ള പ്രശ്നം എന്താണെന്നറിയാമോ? ദൗത്യമുള്ളവർക്ക് കൃപയുണ്ടാകും. അതുകൊണ്ട് ഞാൻ ദൗത്യമുള്ളവർ, ചുമ്മാ പ്രാർത്ഥന മാത്രമുള്ളവർ ഞാൻ അക്സെപ്റ്റ് ചെയ്യത്തില്ല. കാര്യം കൃപ, അത് പ്രാർത്ഥന മാത്രമുള്ളവർക്ക് അനുഗ്രഹം ഉണ്ടാവും, പക്ഷേ ദൗത്യമുള്ളവർക്ക് കൃപയുണ്ടാവും. അതുകൊണ്ടാണ് ഈ പൗരസ്ത്യ ഇപ്പോൾ ഒന്ന് കോറിന്തോസ് 15 എടുത്തേ മോനെ, 15:10 എടുത്തേ. 1 കോറിന്തോസ് 15:10. 1 കോറിന്തോസ് 15:10. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. എൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. നേരെ മറിച്ച് മറ്റെല്ലാവരെയുംക്കാൾ അധികം ഞാൻ അധ്വാനിച്ചു. എന്നാൽ ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ അധ്വാനിക്കുന്നവർക്കാണ് കൃപയുള്ളത്. അത് ഈ ഉടമ്പടിയിൽ ഇത്രയും പവറായിട്ട് കത്തിക്കാൻ കാര്യം ഇതിൻ്റെ അകത്ത് അധ്വാനമുണ്ട്. അല്ലാതെ പ്രാർത്ഥന മാത്രം, ചുണ്ടിൻ്റെ അധ്വാനം മാത്രമല്ല ഉള്ളത്. നിങ്ങൾക്ക് ആധ്യാത്മിക പാപ്പരത്വം സംഭവിക്കുന്നത് നിങ്ങൾക്ക് ചുണ്ടിൻ്റെ അധ്വാനം മാത്രം ഉണ്ടായി. കർണക്കൊന്ത 33 പ്രാവശ്യം ഇല്ലേ, വിശ്വാസ പ്രമാണം 45 പ്രാവശ്യം, ചുണ്ടിൻ്റെ അധ്വാനം മാത്രമേ ഉള്ളൂ. ഇത് അധ്വാനമായിട്ട് ദൈവം കണക്കാക്കണില്ല. ചുണ്ട് അധ്വാനിക്കാൻ തന്നിരിക്കണമല്ല, കൈയും കാലമാണ് അധ്വാനിക്കാൻ തന്നിരിക്കണേ. അപ്പോൾ അധ്വാനിക്കുന്നവനാണ് കൃപയുള്ളത്. അതാണ് 1 കൊറിന്തോസ് 1 വായിച്ച 1 കൊറിന്തോസ് 15:10. ഞാൻ എന്തായിരിക്കുന്നുവോ ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. എന്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. നേരെ മറിച്ച് മറ്റെല്ലാവരെയും കാൾ അധികം ഞാൻ അധ്വാനിച്ചു. എന്നാൽ ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. അപ്പോഴേ അധ്വാനിച്ചത് എന്താണ്? എന്നിലുള്ള ദൈവാനുഗ്രഹമല്ല, പിന്നെന്താണ്? എന്നിലുള്ള ദൈവകൃപ. ദൈവകൃപയാണ് അധ്വാനിച്ചത്.
ദൈവകൃപ എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിൻ്റെ ശക്തി. അതാണ് 2 കൊരിന്ത്യർ 12:9. എന്താണ്? ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ കാര്യം. ഈ 2 കൊരിന്ത്യർ 12:9 പറയാതെ കൃപാസനം നിലനിൽക്കത്തില്ല. കാര്യം കൃപാസനം എന്ന് പറഞ്ഞാൽ കൃപയുടെ ഇരിപ്പിടമെന്ന് എൻ്റെ അർത്ഥം അല്ലേ. അപ്പോൾ അത് പ്രൊമോട്ട് ചെയ്യണതെല്ലാം എന്താണ്? ഗ്രേസാണ് പ്രൊമോട്ട് ചെയ്യണത്. അപ്പോൾ ഗ്രേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ദൈവത്തിൻ്റെ ശക്തിയാണ്. ഈ ദൈവത്തിൻ്റെ ശക്തി ഉള്ളവർക്ക് മാത്രമേ അധ്വാനിക്കാൻ, ദൈവത്തിന് വേണ്ടി അധ്വാനിക്കാൻ പറ്റത്തുള്ളൂ. ദൈവത്തിന് വേണ്ടി അധ്വാനം എന്താണ്? കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുക, അറിഞ്ഞവരെ, അതാണ് അധ്വാനം. ദൈവത്തിന് വേണ്ടിയുള്ള അധ്വാനം അതാണ്. ദൈവത്തിന് വേണ്ടിയുള്ള അധ്വാനം ഉള്ളവരെയാണ് ഞാൻ സാധാരണ മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ കണ്ടുപിടിക്കുന്നത്. അവർക്ക് ദൈവത്തിന് വേണ്ടി ജോലി ചെയ്യാൻ പറ്റുമോ? കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുക. അയ്യോ ഞാനെങ്ങും പറയത്തില്ല, ഞാനെങ്ങനെ പറയും? ആൾക്കാർ വഴക്കിട്ട് അപ്പം ആൾക്കാരെ പേടിക്കുവർ. അതായത് ദൈവകൃപ ഇല്ല എന്നുണ്ടെങ്കിൽ കൃപാസനം പത്രമൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. അവരെന്ത് പറയും? അയ്യോ ആൾക്കാർ വല്ലതും പറഞ്ഞാൽ എന്ത് ചെയ്യും? ഇവരെന്തെങ്കിലും പറഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന്. അതുകൊണ്ട് അവർ ന്യൂട്രലായിട്ട് നിൽക്കും. അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി കൃപയില്ല എന്നുണ്ടെങ്കിൽ വല്ല കുമ്പസാരക്കൂടിൻ്റെയൊക്കെ അടുത്ത പള്ളിയിലാണ് കൊണ്ടുപോയി ചുറ്റും മാറിക്കളയും. അത് കൃപയില്ലാഞ്ഞിട്ടാണ്. അവർ കൃപയില്ല, കാര്യം അധ്വാനിക്കാൻ പറ്റണില്ല അവർക്ക്. ഇപ്പോൾ ചില പറഞ്ഞാൽ ഞാൻ ഓർഫനേജിൽ പോയി, ഞാൻ ഓൾഡ് ഏജ് ഹോമിൽ പോയി, ഒരു ദിവസം അവരുടെ കൂടെ താമസിച്ചു. അവരുടെ പഴയ മുഷിഞ്ഞ ഉടുപ്പെല്ലാം ഞാൻ വാങ്ങിച്ചിട്ട് ഞാൻ വാഷിംഗ് മെഷീൻ കൊണ്ടിട്ട് കഴുകി അവർക്ക് തേച്ച് കൊടുത്തു. അവർക്ക് അല്ലെങ്കിൽ ഞാൻ അവിടെ ദിവസം അവിടെ പോയി ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു. അവർക്ക് അധ്വാനമാണ്, കർത്താവിന് വേണ്ടിയുള്ള അധ്വാനമാണ്. അതെന്തുകൊണ്ടാണ്? അത് കൃപയാണ്. അതാ 1 കൊരിന്ത്യർ 15 ഒന്ന് പ്രാർത്ഥിച്ച് ഒരു കൈ കൊടുത്ത് പ്രാർത്ഥിച്ച് കർത്താവ് ദൈവമേ, ദൈവകൃപ അങ്ങയ്ക്ക് വേണ്ടി അധ്വാനിക്കാനുള്ള ദൈവകൃപ എന്നിൽ നിറയാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ശ്രുതികട ഹല്ലേലൂയ, 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 യേശുവേ ഹല്ലേലൂയ, 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 മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾക്ക് അധ്വാനിക്കാൻ തോന്നണില്ല എന്നുണ്ടെങ്കിൽ ഉടമ്പടി മുന്നോട്ട് പോകത്തില്ല. അതാണ് പ്രശ്നം. കാര്യം എന്താണ്? ഉടമ്പടി അവൻ പറയണ പോലെ ചെല്ലുകയല്ലല്ലോ, അവൻ പറയണ പോലെ അധ്വാനിക്കുകയും. അതാണ് പ്രശ്നം. മറ്റു പ്രാർത്ഥനകളും ഉടമ്പടിയും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഉടമ്പടി അവൻ പറയണ പോലെ ചെയ്യുകയാണ്. അപ്പം അതെല്ലാം ചൊല്ലുകയല്ല. നമ്മൾക്ക് ഈ 10, 100 കൊല്ലം 1000 കൊല്ലം ഒക്കെ ആയിട്ടും ക്രിസ്ത്യാനിറ്റിയിൽ എത്ര നിങ്ങൾ പുതിയ ധ്യാന രീതികളൊക്കെ ഉണ്ടായാലും മനുഷ്യൻ പണ്ടേപ്പട്ട് ചെണ്ടയും കോരും ശങ്കരൻ തെങ്ങ തന്നെയാണ്. ചുണ്ടിൻ്റെ അഭ്യാസം അറിയാൻ പാടുള്ളത്. അതാണ് വിഷയം. അതാണ് അതിൻ്റെ വരുന്നത്. ഉടമ്പടി എല്ലാത്തിനേക്കാൾ വ്യത്യസ്തമാക്കുന്നത്. ഇപ്പോൾ ഫാദർ ആൻ്റണി ഓക്കാമിൻ്റെ സാക്ഷ്യമില്ലേ? ഇപ്പോൾ ഒരു 11,000 ആൾക്കാർ കണ്ടു രാവിലെ. 3 അച്ഛനും ഒരു കന്യാസിയും കൂടി വന്ന് സാക്ഷ്യം പറയുന്നത്. നിങ്ങളത് വീട്ടിൽ പോയി കാണണമെന്നല്ലായിരിക്കും. ഒരച്ഛനും 2 അച്ഛന്മാരും ഒരു കന്യാസ്ത്രീയും കൂടി പറയുന്ന സാക്ഷ്യം. ഫാദർ ആൻ്റണി ഓക്കാം ജർമ്മനിൽ 19 കൊല്ലം വർക്ക് ചെയ്യണം. അപ്പം അദ്ദേഹം എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു കവനൻറ്റിലാണ്, ബൈ ബർത്ത് ജ്ഞാനസ്ഥാനത്തിൽ നമ്മൾ കവനൻറ്റിലാണ്. പിന്നെ ഞാൻ പട്ടം കിട്ടിയപ്പോൾ ഒരു കവനൻറ്റിലാണ്. പിന്നെ എനിക്കെന്തിനാ വേറെ ഒരു കവനൻറ്റ്, മരിയൻ കവനൻറ്റ്? അപ്പം ഞാനിതിനെ നിഷേധിക്കുമായിരുന്നു. പുള്ളി അങ്ങനെ പറഞ്ഞത്. കാര്യം ഞാനെടുത്ത പട്ടത്തിൻ്റെ കവനൻറ്റിനേക്കാൾ വലുതാണോ ഈ മരിയൻ കവനൻറ്റ് എന്നാണ് അദ്ദേഹത്തിൻ്റെ അനിയൻ പണ്ട് ഉടമ്പടി എടുത്തപ്പോഴേ അനിയനോട് തർക്കിച്ച് വീട്ടിൽ വന്നപ്പോൾ തർക്കിച്ചതാണ്. ഇതാണ് ഞങ്ങളെടുത്ത പട്ടത്തിനേക്കാൾ വലുതാണോ മരിയൻ ഉടമ്പടി എന്ന്. കാര്യം ഞങ്ങൾ ഒരു ലൈഫ് കമ്മിറ്റ്മെൻ്റ് എടുത്തിരിക്കുകയല്ലേ. അപ്പോൾ അതിൻ്റെ താഴെയല്ലേ ഇത് വരത്തുള്ളൂ എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു. പക്ഷേ അച്ഛന് ഒരിക്കൽ ഒരു പ്രശ്നമുണ്ടായി. പ്രശ്നം ഉണ്ടാകുമ്പോൾ പിന്നെ ഉടമ്പടിയേ ഉണ്ടാകത്തുള്ളൂ. അച്ഛൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ ഒരു നല്ല മനസാക്ഷി കൂടുതലുള്ള അച്ഛനാണ്.
അച്ഛൻ ഈ B1 B2 ഒക്കെ പാസ്സാകാത്ത പിള്ളേരെ ഇവിടുന്ന് കൊണ്ടുപോയി ജോലിക്ക് വേണ്ടി കൊണ്ടുപോയി. കാര്യം B1 B2 പാസ്സാക്കി അതിന് തന്നെ 7 ലക്ഷം രൂപയൊക്കെ 2 ലക്ഷം രൂപ 2 ലക്ഷം രൂപയൊക്കെ വാങ്ങിച്ചിട്ടാണ് ആൾക്കാർ B1 B2 ഒക്കെ പാസ്സാക്കി എടുക്കണം. അതിനുശേഷം പിന്നെ ഏജൻറ്റിന് കാശ് കൊടുക്കേണ്ടി വരുമ്പോൾ അത് 46 ലക്ഷമൊക്കെയാണ് വരണത്. അപ്പം അച്ഛൻ ഇതൊന്നും പാസ്സാക്കാതെ 5 പൈസ വാങ്ങിക്കാതെ ഇവരോട് പറഞ്ഞ് നിങ്ങൾ ജർമ്മനി വന്നിട്ട് അവിടെ നിന്ന് നമുക്ക് പഠിക്കാം, അവിടെ നിന്ന് പഠിച്ചിട്ട് നമുക്ക് അവിടെ നിന്ന് ജോലി സമ്പാദിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ 11 പേരെ പെൺപിള്ളേരെ ഇവിടുന്ന് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്നപ്പോൾ ഇതിങ്ങനെ കുറേ പേര് പഠിക്കാൻ പോകത്തില്ല, കുറച്ച് പേര് ജോലി ചെയ്യാനും പോകത്തില്ല. പിന്നെ എന്തു ചെയ്യും? പഠിക്കാനോ പോകത്തില്ല, ജോലി ചെയ്യാനും പോകത്തില്ല. പിന്നെ എന്തു ചെയ്യും? വലിയൊരു ജലന് കൊടുക്കേണ്ടി വരികയല്ലേ. അപ്പോൾ വലിയ ഭാരമായി. ഇപ്പോൾ സൈകെട്ട 1-2 അച്ഛൻ തിരിച്ചു വിട്ട്. കാര്യം അവർ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണില്ല. പക്ഷേ ഈ ആൾക്കാർ തിരിച്ച് വന്ന് നാട്ടിൽ വന്നേച്ചും തിരിച്ച് സ്വന്തം വിസയിൽ അവിടെ വിസ ഉണ്ടായിരുന്നല്ല, ആ വിസയിൽ അവർ തിരിച്ചു വന്നിട്ട് അച്ഛനെതിരെ കേസ് കൊടുത്തത്. കേസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്ര പബ്ലിക്കായിട്ട് പറയാൻ കൊള്ളാത്ത കേസ്. അച്ഛൻ പെട്ട്. അച്ഛൻ പറയാണ്, ഞാൻ നോൻപ് കാലത്താണ് കേസ് വന്നത്, എനിക്ക് ആരും ആശ്രയം, ഞാൻ കുരിശുരൂപം പിടിച്ച് കെട്ടിത്തൂങ്ങി കരഞ്ഞ്, എൻ്റെ മുറിയിലൊരു കുരിശുരൂപമുണ്ട്, ആ കുരിശുരൂപത്തെ കെട്ടി ഞാൻ കിടന്ന് കരകിയിരുന്നു. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ കേസ് ഹോസ്പിറ്റലുകാരെടുത്തിട്ട് ഈ പൈസ വാങ്ങിക്കാതെ കൊണ്ടുപോയി ഫ്രീ ആയിട്ട് പാവത്തങ്ങളെ പഠിപ്പിക്കണ ആ പ്രോജക്റ്റ് തന്നെ അവർ കട്ട് ചെയ്യാൻ പോകുന്നു. അപ്പം മൊത്തം ഇറങ്ങിപ്പോരേണ്ടി വരും, പോയ പോലെ തന്നെ എല്ലാം വരേണ്ടി വരും. അങ്ങനെയുള്ള ജീവിതത്തിൽ ഏറ്റവും ചങ്ക് കണ്ടിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പം നമുക്കൊക്കെ സ്വന്തമായിട്ട് സംഭവിക്കുമ്പോൾ മാത്രമേ ഇതിൻ്റെ ഊത്തലറിയത്തുള്ളൂ, അത്രയും വിഷമമായി. അപ്പോൾ അച്ഛൻ എപ്പോഴും സംസാരിക്കണ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ സംസാരിക്കണ ഒരു സിസ്റ്ററുണ്ട്. സിസ്റ്റർ പറഞ്ഞു, സിസ്റ്റർ ഇതാണ് വിഷയമെന്ന് പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ എടുത്ത വായിക്കും പറഞ്ഞ് അച്ഛന് ഉടമ്പടി എടുത്ത് രക്ഷപ്പെടുമെന്ന്, മാതാവ് രക്ഷപ്പെടുത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഭൂമിയിലെ എല്ലാ അതിർത്തികളിലും തന്നെ മാതാവിൻ്റെ ആൾക്കാരെ വെച്ചിട്ടുണ്ട്. കാര്യം ഇത് കൃപാസനത്തിൻ്റെയോ ഈ ധ്യാനകേന്ദ്രത്തിൻ്റെ ഒരു വിഷയമല്ല. ഇതാരുടെ വിഷയമാണ്? ഇത് ദേവപിതാവിൻ്റെ വിഷയമാണ്. കാര്യം ഞാൻ പറഞ്ഞിട്ട് അല്ലല്ല അമ്മ പ്രത്യക്ഷപ്പെട്ടത്. ദുരന്തമുണ്ടാകാൻ പോണ് പ്രാർത്ഥിക്കണമെന്ന് ദൈവം എടുത്ത ഒരു തീരുമാനത്തിന് എന്നെക്കൂടി സാക്ഷിയാക്കിയെന്നേ ഉള്ളൂ. അതിൻ്റെ കാരണങ്ങളുള്ളതെന്ന് വെച്ചാൽ ഞാൻ വർഷങ്ങളായിട്ട് കർത്താവിൻ്റെ കൂടെ നടക്കണതുകൊണ്ട് കർത്താവ് എനിക്ക് തന്ന ഒരു യോഗ്യതയാണ്, കർത്താവ് കണ്ടെത്തിയൊരു യോഗ്യതയാണ്. പക്ഷെ അതിലൂടെ ദൈവം ആരാണ്? ദൈവം ദൈവത്തിൻ്റെ ജോലിയാണ് ചെയ്യണത്. കൃപാസനത്തിന് അന്ന് ദൈവം അതിൻ്റെ അകത്തൊരു മീൻസാക്കി എടുത്തതേ ഉള്ളൂ. ദൈവം ദൈവത്തിൻ്റെ ജോലിയാണ് ചെയ്യണത്. ഈ ദുരന്തം ഉണ്ടാകാൻ പോണ് പ്രാർത്ഥിക്കണം എന്ന് പറയണത് ഈ ഉടമ്പടി എടുത്തുകൊണ്ടിരിക്കുന്നതോടെ മാത്രം വിഷയമല്ല, അത് ഈ ലോകത്തിൻ്റെ മൊത്തം വിഷയങ്ങളാണ്. അത് സഭ അറിഞ്ഞ് സഭ ഇത് പൊതുവായിട്ട് ഈ പ്രത്യക്ഷീകരണത്തെക്കുറിച്ച് പഠിച്ച് എന്താണ് അതിൻ്റെ സന്ദേശം കൈമാറുന്നത്, ലോകം മുഴുവൻ പ്രചരിക്കണതും. ഇപ്പം തന്നെ ഈ ദൈവത്തിൻ്റെ ജോലികൾ മനോഹരമായിട്ട് ചെയ്യുന്നുണ്ട്. കാര്യം പരിശുദ്ധ പിതാവാണ് ഇത് പറയണമെന്നുണ്ടെങ്കിലും അവസാനം പരിശുദ്ധ പിതാവാണല്ലോ ഈ പ്രത്യക്ഷീകരണത്തെക്കുറിച്ച് പഠിച്ച് പറയേണ്ടത്. എന്നാലും കത്തോലിക്കരല്ലേ കേൾക്കത്തുള്ളൂ, അതല്ലേ വിഷയം. ഇപ്പം തന്നെ ഇവിടെ വരുന്നത് ആരാണ്? ഹിന്ദുസ് വരുന്നുണ്ട്, ഇവിടെയൊക്കെ മുസ്ലിംസ് വരുന്നുണ്ട്, CSIക്കാർ വരുന്നുണ്ട്. അപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ജോലി ചെയ്യുന്നുണ്ട് ഇപ്പം തന്നെ. എന്ന് വെച്ചാൽ എല്ലാ മനുഷ്യരെയും ആണ് ദുരന്തം ബാധിക്കാൻ പോണത്. അത് ക്ലൈമറ്റ് ചേഞ്ച് ആയാലും ശരി, മറ്റു തരത്തിലുള്ള ദുരന്തമായാലും ശരി. ദുരന്തം ജാതി മതം നോക്കിയിട്ടാണ് ദുരന്തം വരണത് അല്ല. അതെല്ലാം എല്ലാ മനുഷ്യരും എന്തെങ്കിലും വന്നാൽ എല്ലാ മനുഷ്യരും അനുഭവിക്കേണ്ടി വരും. അപ്പം അതുകൊണ്ട് തന്നെ ദൈവം കൃപാസനത്തിലൂടെ എല്ലാ മനുഷ്യരെയുമാണ് വെൽക്കം ചെയ്യണത്. എന്താണ്? നിങ്ങൾ ഈ വിഷയത്തിൻ്റെ ഒരു ഭാഗമാകണം. നിങ്ങൾ ഈ വിഷയത്തിലൊരു ദൈവാനുഭവം ഉണ്ട്,
ആ ദൈവാനുഭവം നിങ്ങൾക്ക് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങളിതിൻ്റെ പ്രയോക്താക്കളാകും. അങ്ങനെ ദൈവത്തിൻ്റെ തിരുമനസ് കൈമാറ്റം നടക്കണം. അപ്പം നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഒരു കുറിഞ്ഞ് മരുന്ന് ഇരിക്കുന്ന സ്ഥലമെന്ന് പറയണത് ദൈവത്തിൻ്റെ തിരുമനസ് നമ്മൾ മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ളതാണ്. അതാദ്യമേ നിങ്ങൾ ചെയ്ത ഉടമ്പടി പെട്ടെന്ന് ലൈവാകും. ദൈവത്തിൻ്റെ നിങ്ങൾക്ക് അച്ഛൻ പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? ഇതിനകത്തുള്ള ദൈവികമായ രഹസ്യമായ അജണ്ട എന്താണ്? രഹസ്യകാര്യ പരിപാടി എന്താണ്? അതായത് ഈ ദുരന്തം ഉണ്ടാകാൻ പോണ് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ആ ദൈവത്തിൻ്റെ ദുരന്തത്തെ കണ്ടറിഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള സൈന്യങ്ങളുടെ പ്രാർത്ഥനാ സൈന്യങ്ങളുടെ എണ്ണം ജാതി മതത്തിൻ്റെ അപ്പുറത്തേക്ക് എല്ലാ മനുഷ്യരിലേക്ക് സന്ദേശം കൈമാറണം. ഈ സന്ദേശം കൈമാറിക്കൊണ്ട് അവരവർ കർത്താവെ ഈ ദുരന്തം ഉണ്ടാകാൻ പോകുന്നു പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ പ്രാർത്ഥനകൾ അങ്ങ് സ്വീകരിച്ചുകൊണ്ട് ഈ ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന വിപത്തുകളിൽ നിന്ന്, ഒരു വ്യക്തികൾക്ക് സംഭവിക്കാൻ പോകുന്ന വിപത്തുകളിൽ നിന്ന് അങ്ങ് ഈ പ്രാർത്ഥനയുടെ ഫലമായി മോചിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ രക്ഷാകര നടപടികളിൽ നമ്മൾ ഒരു കണ്ണിയായിട്ട് മാറുകയാണ്. ഇത് ആദ്യമേ ചെയ്ത പ്രശ്നം തീർന്നു. നിങ്ങൾ IATS പാസ്സാകട്ടെ, എനിക്ക് ജോലി കിട്ടട്ടെ, എന്നിട്ട് ഞാൻ ദൈവത്തിൻ്റെ ജോലി ചെയ്യാമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് 90% ആൾക്കാർ വിഡ്ഢികളാണ് ഉടമ്പടി എടുത്തിരിക്കണവർ. എന്നുവെച്ചാൽ അവർ ചിന്തിക്കണത് എൻ്റെ കാര്യവും നടക്കട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ ദൈവത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെയല്ല ഇത് ആദ്യമേ തന്നെ ഉടമ്പടിയിലാകുമ്പോൾ തന്നെ എന്തിനാണ് ഉടമ്പടിയിലാകണത്? ദൈവത്തിൻ്റെ കാര്യം ചെയ്തോളാമെന്നാണ് പറഞ്ഞത്. അവൻ പറയണ പോലെ ചെയ്തോളാമെന്നാണ് പറയണത്. അവൻ പറയണ പോലെ തന്നെ എല്ലാ വിശ്വാസത്തോടെയും ദൈവസ്നേഹത്തോടെയും ഒക്കെ സന്തോഷത്തോടെ അങ്ങനെ ചെയ്യേണ്ടത്. ഇപ്പം പലർക്കും ചെയ്ത്തുകാരുടെ എണ്ണം കൂടുതലാണ്, എല്ലാവരും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ സന്തോഷത്തോടെയാണോ? അതാണ് വിഷയം. അവിടെയാണ് അത് വിഷയമാണ്. ചെയ്യാം അളിഞ്ഞ മോന്ത്യമായിട്ടാണ് പല ആൾക്കാരും ഓരോ കാര്യം ചെയ്തു കൂട്ടണത്. എനിക്കിത് കാണുന്നത് ദേഷ്യമാണ്. ഈ ആൾക്കാർ ചെയ്ത് കൂട്ടുന്ന കാര്യങ്ങൾ അറിയാൻ പാടില്ലാതെ ഓരോ കാര്യം ചെയ്യും. ഇനി 18 പത്ര, ഇനി 8 എണ്ണം ഉണ്ട്, ഇത് ആർക്ക് കൊണ്ട് ചെലുത്താൻ, അവൻ്റെ മോന്ത അളിഞ്ഞിരിക്കണം കണ്ടില്ലേ? ഇതാണ് വിഷയം. ഇതെങ്ങനല്ല ചെയ്യേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ വിഷയമായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ സന്തോഷത്തോടെ അവൻ പോയി ഒരു രത്നം കണ്ടെത്തി കഴിഞ്ഞാൽ, ദൈവരാജ്യത്തെക്കുറിച്ച് എന്താ ഈശോ പറയണത്? ഒരു രത്നം കണ്ടെത്തി കഴിഞ്ഞാൽ ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. മത്തായി 13:44. മത്തായി 13:44. സ്വർഗരാജ്യം, ദൈവരാജ്യം വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധിക്ക് തുല്യമാണ്. അത് കണ്ടെത്തുന്നവൻ അത് മറച്ചു വെക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ്. അപ്പൊ നമുക്ക് കുറച്ച് നഷ്ടം വരും, മനസ്സിലായില്ലേ? സമയ നഷ്ടം വരും, സാമ്പത്തിക നഷ്ടം വരും, മറ്റുള്ളവരുടെ വായിരിക്കണം കേൾക്കണം. കുറച്ച് നിങ്ങൾ ഓർക്കരുത് ലാഭം വരുമെന്ന് പറഞ്ഞ് പഠിക്കിറങ്ങരുത്. നിങ്ങൾ കർത്താവിനാണോ ഇതുവഴി നിങ്ങളെ ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നഷ്ടമുള്ള കാര്യം ഉറപ്പാണ്. ആദ്യമേ എന്താ, നമ്മുടെ സമയം പോകും. നമ്മൾ ഈ വീട്ടിലില്ലാത്ത കാരണം വീട്ടിലുള്ളവന് സമയത്ത് കാപ്പി കിട്ടിയില്ലെങ്കിൽ അമ്മ എവിടെ പോയി? ഞാൻ പത്രം കൊടുക്കാൻ പോയി. മണ്ണാൻ കെട്ട ആ വെരുക് നിങ്ങളുടെ കഴുത്തേക്ക് കയറിയിരിക്കും. എന്താ കാര്യം? നിങ്ങൾ സമയാസമയങ്ങൾ നിന്നിട്ട് കാപ്പി അനത്തി കൊടുത്തിട്ടില്ലേ? അങ്ങനെ പഠിപ്പിച്ച് വെച്ചിട്ടാണേ. വേണേ മര്യാദക്ക് ഉണ്ടാക്കി കുടിക്കടാന്ന് പറഞ്ഞതെങ്കിൽ പ്രശ്നം തീർന്നേരാം. മര്യാദക്ക് ഉണ്ടാക്കി കുടിക്കടാ, ഞാൻ പത്രം കൊടുക്കാൻ പോകണമെന്ന് പറയാനുള്ള കമാൻഡ് അമ്മ കളഞ്ഞേ. അമ്മ പഞ്ചപുച്ച വെച്ച് ഒച്ചാനിച്ച് ഇവൻ പറയണ ഇഡ്ഡലി വേണ്ട ഇഡ്ഡലി. അപ്പോൾ പറയാം എനിക്ക് ഇഡ്ഡലി വേണ്ട, എനിക്ക് ദോശ മതിയെന്ന് പറയും. മനുഷ്യൻ്റെ വായി കുത്തിക്കയറ്റിട്ട് പോടാ, അല്ല വീട്ടിൽ എഴുതിയിട്ട് പോടാന്ന് പറയണം. അങ്ങനെ പറയാനുള്ള ചങ്കൂറ്റം ഉണ്ടെങ്കിൽ മര്യാദക്ക് ഉള്ളത് കൊണ്ട് കഴിക്കും. ഇത് ഒരിടത്തും ഒതുങ്ങണില്ലല്ല. പിള്ളേർ ഒതുങ്ങണ്ട. പിള്ളേരുടെ ബലിയാളല്ലേ മാതാപിതാക്കന്മാരെ പലരും. ഒരുത്തിന് ദോശ, മറ്റേ അപ്പം പുട്ട് മതി. അപ്പോൾ പിന്നെ ആ പുട്ട് കുത്താൻ നടക്കണം, പിന്നെ ദോശ ഉണ്ടാക്കാൻ നടക്കണം. ഇതെല്ലാം കൊണ്ടൊരു അമ്മയുണ്ട്. നിങ്ങളിങ്ങനെ ആക്കിയതാണേ, നിങ്ങളിങ്ങനെ ആക്കിയെടുത്തതാണ്. അതുകൊണ്ടാണ് ഇന്ന് നിങ്ങൾക്ക് ചില ആൺപിള്ളേരുമായിട്ട് അമ്മമാർ വരും എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു എത്ര പിള്ളേരുണ്ട്? 3 പിള്ളേരുണ്ട്. എത്ര ആൺപിള്ളേരുണ്ട്? ആൺപിള്ളേരാണ് എല്ലാവരും. ഞാൻ പറഞ്ഞു എല്ലാം വന്നിട്ടുണ്ട് ഇവിടെ.
രണ്ടെണ്ണം മധുരമുണ്ട്. ആ ഉള്ളതിനെ കണ്ട് വിളിക്കാൻ പറയും. ഉള്ളതിനെ കണ്ട് എന്നിട്ട് പറയും, എടാ നിൻ്റെയൊക്കെ ഉടുപ്പ് നീ തന്നെ അലക്കിയേക്കണം, അമ്മയെ കൊണ്ട് അലപ്പിക്കരുത്. മനസ്സിലായോ? നിൻ്റെയൊക്കെ പാത്രം നീ തന്നെ കഴിവിച്ചേക്കണം. ഞങ്ങളാണ് അച്ഛ കഴുകണത്. ആ ക്ലിയറായി. എന്താ കാര്യം എന്നറിയാവോ? അമ്മയുടെ നടുവെല്ലാം ഒരുപോലെ എല്ലാ കാലത്തും ഒരുപോലെ ഇരിക്കത്തില്ല. അതാണ് വിഷയം. അമ്മ ക്ഷീണിച്ചുകൊണ്ടിരിക്കുകയല്ലേ, നന്നായിക്കൊണ്ടിരിക്കുകയാണ്. അല്ലല്ലോ, ക്ഷീണിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം നാളെ കാലങ്ങളിൽ നിങ്ങൾ അവിടെ ഉടുപ്പും തൂവാലും എല്ലാം അവിടെ കല്യാണത്തിന് എൻ്റെ സമയത്ത് വരെ നിങ്ങൾ അലക്കി തേച്ചു. അത് ഞാൻ അലക്കിയാലേ ശരിയാകത്തുള്ളൂ. പിന്നെ അത് നിങ്ങളുടെ ചിന്തയാണ്. നിങ്ങൾ അവിടെ ആൾ കളിക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്തുള്ള നിയമമാണ്. ഞാൻ അലക്കിയാലേ ശരിയാകും. അവർക്ക് വാദമൊന്നുമില്ല. മര്യാദക്ക് അലക്കണം. ആദ്യമേ തുടങ്ങണം ഈ പരിപാടിയൊക്കെ, ആദ്യമേ തുടങ്ങണം ഈ വിഷയങ്ങളൊക്കെ. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളവർക്ക് പിടിക്കത്തില്ലൊരു കാലം കഴിയുമ്പോൾ. നിങ്ങളെ അവർക്ക് പിടിക്കത്തില്ല. എന്നിട്ട് അവർക്ക് 10, 35, 30 വയസ്സായി കഴിയുമ്പോൾ, 25 വയസ്സായി കഴിയുമ്പോൾ അമ്മയ്ക്ക് പഴയതുപോലെ പലരെ ഒപ്പിക്കണം. അപ്പൻ അതിനേക്കാൾ വലിയ കർക്കശ അപ്പുറത്ത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇവരെ എല്ലാവരും ഒപ്പിച്ച് വരുമ്പോൾ നമ്മളൊരു പരുവത്തിലാകും. ആർക്കും പിടിക്കത്തുമില്ല. പോരെ, അപ്പനും പിടിക്കത്തില്ല, അമ്മയ്ക്കും മക്കൾക്കും പിടിക്കത്തില്ല. നമ്മൾ അതിനിടക്കിടക്ക് മരുമകൾ കയറി വരികയാണെങ്കിൽ അവൾ കയറി വിരകി എല്ലാം അവിടെ കയ്യിലാക്കി. ഇപ്പം എന്താ, അപ്പം മകന് സമാധാനം. ഇപ്പോൾ അമ്മയല്ലേ എനിക്ക് ഉടുപ്പലക്കി തരാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പം അവന് പ്രശ്നമില്ല. അവൻ്റെ വീക്ക്നെസ് കണ്ടുവിട്ടിട്ട് അവൾ അതിൻ്റെ അകത്ത് കയറി കളിച്ച ആളാകും. ഉടമ്പടി എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ദൈവ സ്നേഹത്തിന് വിരുദ്ധമായ എന്തെങ്കിലും അടിയൊഴുക്കുകളുണ്ടെങ്കിൽ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. ദൈവസ്നേഹത്തിന് നിങ്ങളെ അതായത് നിങ്ങളുടെ മനസ്സിലിരിപ്പ് വേറെ വല്ലതും ആണെങ്കിലേ, അതിനാണ് ഈ സത്യഹൃദയം എന്ന് പറഞ്ഞ വാക്കുണ്ട്. സത്യഹൃദയം. ഹെബ്രായർ 10:22. ഹെബ്രായർ 10:22. അതിനാൽ പറഞ്ഞേ, അതിനാൽ വിശ്വാസത്തിന്റെ ഉറപ്പുള്ള സത്യഹൃദയത്തോടെ കേട്ടില്ലേ എന്ന് പറഞ്ഞ് കേട്ടില്ലേ? സത്യഹൃദയം. അപ്പം കള്ളത്തഹൃദയം ഉണ്ടെന്ന് എൻ്റെ അടുത്ത് അല്ലേ? ഇപ്പം മനസ്സിലായില്ലേ? ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. ഇത് സ്കാനിങ് അല്ലേ? ധ്യാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പെറ്റ് സ്കാനിങ് പോലെ ഇരിക്കും. ഉള്ള ഡീറ്റെയിൽസ് എല്ലാം പുറത്തു വരും. എന്താണ് പറഞ്ഞത്? അതിനാൽ വിശ്വാസത്തിന്റെ ഉറപ്പുള്ള സത്യഹൃദയത്തോടെ നമുക്കടുത്ത് ചെല്ലാം. ദൈവത്തിന്റെ തിരുസന്നിധി ചെല്ലുമ്പോഴേ ഹൃദയം ഉണ്ടായ ഹൃദയം കൊണ്ട് ചെല്ലണമെന്നല്ല, ആ ഹൃദയം സത്യഹൃദയമായിരിക്കണമെന്ന്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം മരുമകളുടെ കാര്യം പറഞ്ഞില്ലേ, അവൾ വന്നിട്ട് എല്ലാ പുത്തൻ പെണ്ണ് പെരപ്പേറ് അടയ്ക്കുന്ന കേൾക്കണ പോലെ അവളെ എല്ലാ കാര്യങ്ങളും ചെയ്യും. അപ്പൻ്റെ കാര്യം ചെയ്യും, അമ്മയുടെ കാര്യം ചെയ്യും. അവൾ അവിടെ ഗുഡ് സർട്ടിഫിക്കറ്റ് മേടിക്കുകയാണ് സംഭവം. പക്ഷേ അമ്മയ്ക്കിട്ട് ഇപ്പോൾ ആരെ വെക്കുകയാണ് ആ സംഭവം? മനസ്സിലായില്ലേ? അവരുടെ റോള് അടിച്ചു മാറ്റുകയാണ്. അപ്പോൾ ആ ഹൃദയത്തിൽ സത്യമില്ല. അച്ഛൻ പറഞ്ഞ മനസ്സിലായില്ലേ? അവളുടെ ഉദ്ദേശം വേറെയാണ്. അപ്പോൾ വേറെ ഒരു ഉദ്ദേശത്തിനാണ് ദുരുദ്ദേശം നമ്മൾ പറയണത്. അവളുടെ ഉദ്ദേശം വേറെയാണ്. ഉടമ്പടി ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. കർത്താവ് നിൻ്റെ ഹൃദയം കർത്താവ് ഇൻസ്പെക്ട് ചെയ്യുമ്പോൾ നിൻ്റെ ഈ നല്ല സൽപ്രവൃത്തികളിൽ പോലും സ്വർഗീയ ഇടങ്ങളിൽ പോലും വസിക്കുന്ന ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്, സ്വർഗീയ ഇടങ്ങൾ. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. കൈകൾ വീശിക്കൊണ്ട് ആരാധന 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 ആരാധന. എഫേസോസ് 6:12. എഫേസ്യോസ് 6:12. എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത്. അപ്പൊ ഈ സത്യത്തിന്റെ ഹൃദയവും സ്വർഗീയ ഇടങ്ങളുടെ ദുരാത്മാവും ചേർത്ത് വായിക്കേണ്ട വചനങ്ങളാണ്.
നമ്മൾ സ്വർഗീയമായ സ്നേഹത്തിൻ്റെ ദൈവികമായ കാര്യമാണെന്ന് പറയുമ്പോഴും അതിൻ്റെ പിന്നിലുള്ള അടിയൊഴുക്ക് ദുരാത്മാവിൻ്റെതായിരിക്കും. കാര്യം ഉദ്ദേശം എന്താണെന്നുള്ളതാണ് പ്രശ്നം. ഒരു വിഷയത്തിൻ്റെ ഇൻറ്റൻഷൻസ് ആണ് പ്രോബ്ലം. എന്ത് ചെയ്യുന്നു എന്നല്ല പ്രശ്നം. വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു. നീ ചിലപ്പോൾ ഭയങ്കര തങ്കപ്പെട്ട വർത്തമാനവും വലിയ നല്ല കാര്യമാണ് ചെയ്യണത്. പക്ഷെ അതിൻ്റെ ഇൻറ്റൻഷൻ മോശമാണെങ്കിൽ ഈ സ്വർഗീയ ഇടത്തിലെ ദുരാത്മാവായിട്ടത് വർക്കൗട്ട് ചെയ്യും. ഉടമ്പടി നിയോഗങ്ങൾക്കുണ്ടാകുന്നൊരു കുഴപ്പം അതാണ്. ഈ നിയോഗങ്ങളൊക്കെ എഴുതി വെക്കുമ്പോഴും ഇൻറ്റൻഷൻ എന്നുവെച്ചാൽ അതിൻ്റെ അത് ഉള്ളിലുള്ള നിയോഗങ്ങൾക്കുള്ളിലെ നിയോഗങ്ങളാണ് ഈ ഇൻറ്റൻഷൻ. ഇന്നർ ഇൻറ്റൻഷൻസ് അതായത് നിയോഗങ്ങൾക്കുള്ളിലെ നിയോഗങ്ങൾ. അത് മറ്റുള്ളവർക്ക് മിക്കവാറും പാരയിരിക്കും. അത് മറ്റുള്ളവർക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളത് പേറ്റി കളയണം. കാറ്റത്ത് പിടിക്കേണ്ടി വരും. നമ്മൾ പണ്ട് കാറ്റത്ത് പിടിക്കത്തില്ലായിരുന്ന അല്ലേ? എന്താണ് ഈ കാറ്റ് വരുമ്പോൾ തൂറ്റണമെന്നൊക്കെ പറയത്തില്ലേ? കാറ്റ് വരുമ്പോൾ കാറ്റത്ത് പിടിക്കും. നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ കാറ്റിലാണ് നമ്മുടെ നിയോഗങ്ങൾ ഇങ്ങനെ പിടിക്കേണ്ടത്. അപ്പോൾ എന്ത് പറ്റും? പതിര് പറന്നു പോകും, കതിര് താഴെ വീഴും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദുരാത്മാവില്ലാത്ത വിഷയങ്ങളാണ്. ദുരാത്മാവില്ലാത്ത ഇൻറ്റൻഷൻസിൻ്റെത് വരുന്നത് നിങ്ങൾ 6 ഇൻറ്റൻഷൻസ് എഴുതി വെക്കുമ്പോഴേ എൻ്റെ അഭിപ്രായത്തിൽ നല്ല ഇൻറ്റൻഷൻ 2 കഴിഞ്ഞാൽ പിന്നെ എഴുതാനില്ലെങ്കിൽ എഴുതാൻ വേണ്ടി വെക്കരുത്. അതെല്ലാം ദൈവത്തിൻ്റെ കോളമായിട്ടിട്ടേക്കണം. പരിശുദ്ധാത്മാവ് എന്ന് എഴുതിയിട്ടേക്കണം. എന്താ കാര്യം? അപ്പം ദൈവത്തിനറിയാം നമുക്ക് എന്താണ് ആവശ്യമെന്നുള്ള അറിയാം. അല്ലെങ്കിൽ ഇപ്പം അവിടെ ദുരാത്മാവ് കയറി പിടിക്കും. പരിശുദ്ധാത്മാവ് നമ്മൾ എഴുതിയില്ലെങ്കിൽ ദുരാത്മാവ് കയറി പിടിക്കുക. അവിടെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ആ കോളം ഒഴിച്ചിടരുത്. ഒരു കാര്യത്തിനുള്ള പ്രശ്നം വെച്ചാൽ ഇപ്പോൾ ഒരു കോളം ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നെങ്കിൽ പരിശുദ്ധാത്മാവ്, ഒരു ഓപ്ഷനേ ഉള്ളൂ പരിശുദ്ധാത്മാവ്. ബ്ലാങ്ക് ഇല്ല. അതാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ ഒരു ആളിൽ നിന്ന് പിശാചിനെ ഒഴിപ്പിച്ച് കഴിഞ്ഞാൽ അത് വിജനമായ സ്ഥലത്തേക്ക് കറങ്ങി നടക്കും. പിന്നെ തിരിച്ചു വന്ന് ഇവിടെ നോക്കുമ്പോൾ ഇത് ഒഴിഞ്ഞു കിടക്കുകയാണെങ്കിൽ അവൻ തിരിച്ചതിനകത്ത് കയറി വരും. തിരിച്ചു തന്നെക്കാൾ ദുഷ്ടരായ 7 ആത്മാക്കൾ. ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, നന്ദി, നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്ക 11:24 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങൾ. അശുദ്ധാത്മാവ് ഒരുവനെ വിട്ടുപോയാൽ വരണ്ട സ്ഥലങ്ങളിലൂടെ ആശ്വാസം തേടി അലഞ്ഞു നടക്കും. കണ്ടെത്താതെ വരുമ്പോൾ അവൻ പറയുന്നു, ഇറങ്ങിപ്പോന്ന ഭവനത്തിലേക്ക് തന്നെ ഞാൻ തിരിച്ചു ചെല്ലും. തിരിച്ചു വരുമ്പോൾ ആ വീട് അടിച്ചുവാരി സജ്ജീകരിക്കപ്പെട്ടതായി കാണുന്നു. അപ്പോൾ അവൻ പോയി തന്നേക്കാൾ ദുഷ്ടരായ മറ്റ് 7 അശുദ്ധാത്മാക്കളെ കൂടി കൊണ്ടുവന്ന് അവിടെ പ്രവേശിച്ച് വാസമുറപ്പിക്കുന്നു. നമ്മളിപ്പോൾ അടിച്ചു വാരി തൂത്തെന്നൊക്കെ പറയത്തില്ലേ? അടിച്ചു വാരി തൂത്ത് തിന്മകളെല്ലാം. ഇപ്പോൾ കുമ്പസാരം തന്നെ നിങ്ങൾ മനസ്സാപ പ്രായശ്ചിത്തം ചൊല്ലി 3 പ്രായശ്ചിത്തമായിട്ട് ഞങ്ങൾ പ്രായശ്ചിത്തമായിട്ട് തരുന്ന പ്രായശ്ചിത്തങ്ങൾ 5 സ്വർഗ്ഗസ്ഥ 5 നന്മ പറഞ്ഞോരും കഴിഞ്ഞ് കുമ്പസാരം കഴിയുമ്പോൾ എന്താ ശരിക്കും സംഭവിക്കണത്? പാത്രം കഴുകി വെടിപ്പാക്കിയെന്നേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അതിൻ്റെ അകത്ത് പാത്രം കഴുകി വെടിപ്പാക്കി. ആ സ്പേസ് അവിടെ കിടക്കുകയാണ്. നമ്മൾ സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ കൺഫെഷന് അതിൽ തന്നെ ഒരു പ്രതിരോധ ശക്തിയുണ്ട്. പക്ഷേ ഇറ്റ് ഈസ് ലെഫ്റ്റ് ടു അവർ ഇൻറ്റൻഷൻ. നമ്മളെ ശ്രദ്ധ പോലെ ഇരിക്കും. കൺഫെഷന് അതിൽ തന്നെ ഒരു ആധ്യാത്മിക പ്രതിരോധ ശക്തി ഉണ്ട്. പക്ഷെ നമ്മളത് ശ്രദ്ധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പാത്രം കഴുകി വെക്കണത് എന്തിനാ? കാണാൻ വേണ്ടിയാണ്. കാണാൻ വേണ്ടി കഴുകി വെക്കണവരുണ്ട്. പാത്രം കഴുകി വെക്കണത് എന്തിനാ? ഭക്ഷണം കഴിക്കാനാണ്, ഉറപ്പല്ലേ? ഇപ്പം കുമ്പസാരിക്കണത് എന്തിനാണ്? പുണ്യത്തിൽ പുരോഗമിക്കാനാണ്, ഉറപ്പല്ലേ? കർത്താവിന് വേണ്ടി അധ്വാനിക്കാൻ. അവിടെ എല്ലാം ആ സ്പേസ് എല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ആണ്. നമ്മുടെ ആധ്യാത്മികതയിൽ നമുക്ക് വരുന്നൊരു പ്രശ്നമെന്ന് പറയണത്, നമുക്ക് 2 ഓപ്ഷൻ ഇല്ല. പരിശുദ്ധാത്മാവ് ഇല്ല എന്നുണ്ടെങ്കിൽ
പരിശുദ്ധാത്മാവ് ഇല്ലാത്തൊരവസ്ഥ ഇപ്പോൾ ഇന്ത്യൻ ഫിലോസഫിയിലൊക്കെ തൂരിയ സ്റ്റേജുണ്ട്. ടാബ്ല റാസ എന്ന് ഗ്രീക്ക് പറയണ പോലെ ഇന്ത്യയിലെ തൂരിയ സ്റ്റേജ്. ഇപ്പോൾ ഒരു എന്താണ് ഒരു നോൺ ആബ്സെൻറ്റ്, ആ ഒരു ആബ്സെൻറ്റ് പ്ലേസ്, നിർവ്വാണത്തിൻ്റെ തന്നെ ഒരു ഘട്ടമാണത് തൂരിയ സ്റ്റേജ്. പക്ഷേ അതുപോലെ സ്റ്റാൻഡ്സ് ഈ ക്രിസ്ത്യൻ ഫിലോസഫിയിലില്ല, ക്രിസ്ത്യൻ തിയോളജിയിലില്ല. എന്താ കാര്യം വെച്ചാൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ അടുത്തത് എന്താണ്? അത് വെയ്ക്കൻ്റാണ്. വെയ്ക്കൻ്റ് ആകത്തില്ലൊരിക്കലും. ആരാണ് വെയ്ക്കൻ്റ് ആകത്ത്? പിന്നെന്ത് ചെയ്യും? നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അതിനേക്കാൾ ദുരാത്മാക്കൾ പിന്നെ വന്ന് ഇതിനകത്ത് കയറും. അപ്പം നമ്മളെന്താ ചെയ്യേണ്ടത്? പരിശുദ്ധാത്മാവിനെ തന്നെ ഇൻറ്റൻഷൻ വെക്കണം. അച്ഛൻ പറഞ്ഞ മനസ്സിലായ? പരിശുദ്ധാത്മാവിനെ തന്നെ നിയോഗം വെക്കണം. ഇപ്പം നിയോഗം ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് നിയോഗം, എനിക്ക് നിയോഗം ഇല്ല എന്നുണ്ടെങ്കിൽ ബാക്കിയെല്ലാം നിയോഗം ഇല്ല എന്നല്ല, പിന്നെ വല്ലതൊക്കെ എഴുതി വെക്കുകയല്ല ചെയ്യേണ്ടത്. മറിച്ച് പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമേ എന്ന് എഴുതി വെക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാൽ നിറയ്ക്കണമേ, പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാൽ നിറയ്ക്കണമേ, ക്രിസ്തുവിൻ്റെ ദൗത്യമനുസരിച്ച് ജീവിക്കാൻ എന്നെ സഹായിക്കണം. എന്തെല്ലാം എഴുതി വെക്കാൻ പറ്റും? നിങ്ങളതിൻ്റെ അകത്ത് മുഴുവനും ഇത് നിങ്ങളുടെ ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആൾക്കാരെ കാണുമ്പോഴേ അവർ പറയും, അച്ഛാ മകൾക്ക് അവിടെ ഇത് PR കിട്ടണം അച്ഛാ എന്ന് പറയും. അപ്പോൾ PR കിട്ടണം. പിന്നെ ഭർത്താവിന് കുറച്ച് രോഗവും സ്മോളിഡിയൊക്കെ ഉണ്ടച്ചാ എന്നൊക്കെ പറയും. അപ്പം അതിനൊന്നും പ്രാർത്ഥിക്കണമെന്ന് പറയും. പിന്നെയും സമയം കിടക്കുകയാണ്. പിന്നെയും സമയം കിടക്കുമ്പോൾ ഇവർ ഉടനെ പറയും, അച്ഛാ എൻ്റെ അയൽവാസിക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പം നിർത്ത്, അത് അവരുടെ കാര്യമില്ല, വണ്ടി വിട്ടേക്കാൻ പറയും. അപ്പോൾ എന്തെങ്കിലും ഒരു അവിടെ ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ വയ്യാവേരികളെല്ലാം കൂടി പറഞ്ഞു വെച്ച് ആദ്യം പറഞ്ഞ് ഡയല്യൂട്ടാക്കി കളയും. അത് ദുരാത്മാവിൻ്റെ ഒരു പ്രവർത്തനമാണ്. മറ്റുള്ളവരുടെ കാര്യം പറയണമെന്നില്ല. അങ്ങനെ അത്രയും സീരിയസ് ആണെങ്കിൽ അതായിരിക്കണം നിങ്ങൾ ആദ്യം പറയേണ്ടിയിരുന്നത്. നിങ്ങൾക്കൊന്നും പറയാനില്ലാഞ്ഞ കാരണം എന്നാൽ മറ്റുള്ളവരുടെ കൂടെ ഈ വണ്ടിയായാലും പോകുന്നുണ്ടല്ലോ, അയാളെ കൂടി കയറിയിരിക്കട്ടെ. വണ്ടിയാതരം ആലപ്പുഴക്ക് പോകുന്നുണ്ടല്ലോ, നാത്തും കൂടി കയറിയിരിക്കട്ടെ എന്ന് പറഞ്ഞ പോലെ നാട്ടുകാരുടെ പ്രശ്നം കൂടി പറഞ്ഞു വെപ്പിക്കും. അപ്പോൾ അതെല്ലാം ഫാൾസായി പോകും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേണം ഇത് ഡിസൈൻ ചെയ്യുക. അപ്പോൾ ദൈവത്തിന് തോന്നും ദൈവത്തിനാണ് പ്രാധാന്യമെന്ന്. ദൈവത്തിന് തോന്നും. അതാണ് ഈ പുതുക്കാൻ വരുമ്പോഴേ, ആദ്യകാലങ്ങളിൽ ഞാനിങ്ങനെയൊന്നും പറയത്തില്ലായിരുന്നു. എനിക്കറിയാമായിരുന്നു ഇത് തന്നെയാണ്, ഇതിലേക്കാണ് ദൈവം കൊണ്ടുപോകണമെന്ന് അറിയാമായിരുന്നു. പക്ഷേ നിങ്ങളെ ഫ്രഷ് ഹാൻഡ്സ് അല്ലേ, ഫ്രഷ് ഹാൻഡ്സിനോട് ആദ്യം പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറഞ്ഞാലൊന്നും അവരുടെ പ്രശ്നം, അവർ തീ നിൽക്കുകയാണല്ലോ. തീ നിൽക്കുന്നവരോട് തീ കെടുത്താനുള്ള മാർഗമാണ് പറഞ്ഞു കൊടുക്കേണ്ടത് ആദ്യം. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഷോജു എന്നൊക്കെ പറഞ്ഞില്ലേ നേരത്തെ, ഇടക്കിട്ട് പോയായിരുന്നു ഷോജു വത്സല. അപ്പോൾ ഞാൻ കൗൺസിലിങ്ങിന് മുമ്പ് അവരോട് പറയും, നമുക്ക് കുറച്ച് നേരം പ്രാർത്ഥിക്കാമെന്ന് പറയും. പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങളെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളെ ഇത് സ്റ്റാറ്റസ് എന്താണെന്ന് നോക്കട്ടെ, കർത്താവ് എന്നാ പറയണമെന്ന് കേൾക്കാമല്ലോ, നിങ്ങളതിൻ്റെ ഒരു നമ്പർ പറയാൻ പറയും. അപ്പോൾ ഷോജു ഒരു 8 പറഞ്ഞു, വത്സല ഒരു 7 പറഞ്ഞു. പിന്നെ ഞാൻ ഒരു സുവിശേഷത്തിൻ്റെ പേര് പറയാൻ പറയും. അപ്പോൾ ലൂക്ക എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ലൂക്ക 8-ാം അധ്യായം 7-ാം വാക്യമാണ് ഇപ്പോൾ ധ്യാനത്തിൻ്റെ 2-ാം ദിവസത്തെ സ്റ്റാറ്റസ്. 2-ാം ദിവസം 3-ാം ദിവസത്തെ 3-ാം ദിവസം ധ്യാനം എവിടെ നിൽക്കുന്നത്? എന്തുണ്ട്? മീറ്റർ റീഡിംഗ് ആണ്. എൻ്റെ മീറ്റർ റീഡിംഗ് ആണ്. എന്താണ്? ലൂക്ക 8:7. നിങ്ങൾക്ക് ഇത് സിമ്പിളാണ്. നിങ്ങൾ ദൈവത്തിനെ വിട്ട് നിൽക്കാത്തവരാണ്, ഇപ്പോൾ ഫങ്ഷനിലായിട്ട് വന്നതല്ല, ദൈവത്തിനെ വിട്ട് നിൽക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും വചനത്തിലൂടെ നിങ്ങൾ സംസാരിക്കും, സ്വപ്നത്തിലൂടെ സംസാരിക്കും. ആ അച്ഛൻ്റെ കാര്യം പറഞ്ഞത്, ആൻ്റണി ഓക്കാമച്ചൻ, ജർമ്മൻ. അങ്ങയുടെ പ്രശ്നം എന്താണെന്നറിയോ? അപ്പം അങ്ങേര് ഇങ്ങനെ പെട്ടുപോയി ആ പ്രോജക്റ്റ് ക്യാൻസലാകാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഈ സിസ്റ്ററിനോട് പറഞ്ഞില്ലേ, സിസ്റ്റർ എന്താ ചെയ്യണമെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ സിസ്റ്റർ എന്താ പറഞ്ഞത്? അച്ഛൻ പോയി ഉടമ്പടി എടുക്കാൻ പറഞ്ഞില്ലേ? ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് ആ ദിവസം സിസ്റ്റർ ഒരു സ്വപ്നം കണ്ട്. സിസ്റ്റർ ഈ അച്ഛൻ്റെ മേടെ പോയിട്ടില്ല, അച്ഛൻ്റെ മുറികൾ കണ്ടിട്ടില്ല. പക്ഷേ സ്വപ്നത്തിൽ അമ്മ ഈ അച്ഛൻ്റെ മുറികളെല്ലാം കാണിച്ച്, അച്ഛൻ്റെ മേടകളെല്ലാം കാണിച്ച ശേഷം ഓരോ ഭൂമുഖത്തുനിന്ന് കയറി പ്രാർത്ഥനാ മുറിയിൽ നിന്ന് മറ്റേ മുറികൾ സ്റ്റഡി റൂമിലേക്കും ഡ്രോയിങ് റൂമിലേക്കും പോയിട്ട് അച്ഛൻ ഇരിക്കുന്ന സ്ഥലത്ത് ചെന്നിട്ട്
മാതാവ് അച്ഛൻ്റെ തലയിൽ കൈവച്ച്. പിറ്റേ ദിവസം വെളുപ്പിന് സിസ്റ്റർ സ്വപ്നം കഴിഞ്ഞപ്പോൾ സിസ്റ്റർ അച്ഛനെ വിളിച്ച് പറഞ്ഞ്, ഇനിയൊരു പ്രശ്നവുമില്ല, അമ്മ അച്ഛൻ്റെ കാര്യത്തിൽ ഇടപെട്ടു, ഇതല്ലേ അച്ഛൻ്റെ വീട്, ഈ മുറിയിൽ ഇന്ന ഇന്ന സാധനങ്ങളില്ലേ, അടുത്ത മുറിയിൽ ഇന്ന ഇന്ന സാധനങ്ങളില്ലേ, അതിലെ കൂടി മാതാവ് കടന്നിട്ടുണ്ട്, അച്ഛൻ ഇരിക്കുന്ന സ്ഥലം ഇന്നതല്ലേ, അവിടെ വന്ന് അമ്മ അച്ഛൻ്റെ തലയിൽ കൈവച്ചിട്ടുണ്ട്, ഇനി അമ്മ ഏറ്റെടുത്തോളൂ എന്ന് പറഞ്ഞു. അമ്മ ഏറ്റെടുത്തോളൂ എന്ന് പറഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞില്ല. ആക്കുമ്പോൾ ഓഫീസിൽ നിന്ന് ഇവരുടെ പ്രോജക്റ്റ് ഓഫീസിൽ വിളിച്ചു, ഫാദർ ഞങ്ങളെ കാണാം. നേരത്തെ ഇങ്ങനെ പ്രോജക്റ്റ് ഓഫീസ് കേസിലിരിക്കുകയല്ലേ, ചിലപ്പോൾ അകത്ത് പോവും, ജയിലിൽ പോവും, അതുകൊണ്ട് ഇവർ ഒരു കൗൺസിലിങ്ങിന് പോലും ടൈം കൊടുത്തില്ലായിരുന്നു. ഇപ്പോൾ അവർ പറയണേ, നിങ്ങൾ വന്ന് ഞങ്ങളെ കാണുക, നിങ്ങൾക്കെതിരെയുള്ള ആരോപണം നിലനിൽക്കണില്ലെന്ന്. അങ്ങനെ ഒരു ആരോപണം ഇല്ലെന്ന്. ഇപ്പം എന്ത് പെട്ടെന്നല്ലേ മാറണത്. അപ്പം അച്ഛൻ അതുകൊണ്ട് പറഞ്ഞത് എന്തറിയോ, ഞാൻ വിചാരിച്ചത് എൻ്റെ പട്ടമാണ് ഏറ്റവും വലിയ ഉടമ്പടി എന്ന്. പക്ഷേ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അച്ഛൻ്റെ സാക്ഷി നിങ്ങൾ കേൾക്കണം. കാര്യത്തെ ഒരു ജീവിത പ്രശ്നം ഉണ്ടായാൽ അച്ഛനാണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി, അമ്മ മാത്രമേ അഭയമുള്ളൂ. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. അഭിഷിക്തരിലൂടെ ഉടമ്പടിയുടെ ശക്തി ലോകത്തിന് വെളിപ്പെടുത്തുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. അപ്പോൾ ഇതെന്താ വെച്ചാൽ സിസ്റ്ററിനുണ്ടായിട്ടുള്ള ദർശനങ്ങളിലൂടെയാണ് ഈ സത്യം വെളിപ്പെട്ട് വരണത്. അതുകൊണ്ട് തന്നെയാണ് ഉടമ്പടിയുടെ ഒരു ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉടമ്പടി സത്യസന്ധരാണെന്നും ദൈവത്തോട് അടുപ്പമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ദൈവം നമ്മളെ ദർശനങ്ങൾ കൊണ്ടും സ്വപ്നങ്ങൾ കൊണ്ടും ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളെ അറിയിച്ചുകൊണ്ടിരിക്കും. ഉടമ്പടിയാണ് സാന്നിധ്യത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഉപാധിയല്ല, ഏറ്റവും വലിയൊരു സോഴ്സ് എന്ന് പറയണത് ഉടമ്പടിയാണ്. ഉടമ്പടിയിലൂടെയാണ് സാന്നിധ്യം, മറ്റെല്ലാ പ്രാർത്ഥനയെക്കാളും മനുഷ്യന് സാന്നിധ്യം മനസ്സിലാക്കുന്നത്, ദൈവത്തിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉടമ്പടിയുടെ സാധ്യത ഭയങ്കരമായ വലിയ സാധ്യതകളാണ്. നിങ്ങളെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളതിന് ദൈവത്തിന് വലിയ പ്രാധാന്യമില്ലാതെ നിങ്ങളുടെ വിഷയങ്ങൾക്ക് മാത്രമാണ് എപ്പോഴും ആവലാതിയും വ്യാവലാതിയും കൊണ്ട് നടക്കുന്നത് കൊണ്ടാണ് സാന്നിധ്യം ഫീൽ ചെയ്യാത്തത്. മറിച്ച് ഞാൻ ഉടമ്പടി എടുത്തിരിക്കുന്നത് ദൈവത്തിന് വേണ്ടി ജീവിക്കാനാണ്. ഒന്ന് പറഞ്ഞ്, ഞാൻ ഉടമ്പടി എടുത്തിരിക്കുന്നത് ദൈവത്തിന് വേണ്ടി ജീവിക്കാനാണ്. എന്റെ കൃപയിലെ ഞാൻ നിലനിൽക്കാൻ ദൈവത്തിന് വേണ്ടി അധ്വാനിക്കുവാനുള്ള പ്രത്യേക അഭിഷേകം എനിക്ക് നൽകണമേ. ദൈവത്തെക്കുറിച്ച് നല്ലവണ്ണം ചിന്തിക്കുകയും ആലോചിക്കുകയും ആദ്യം കൊള്ളുകയും ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ബാക്കിയുള്ള കാര്യം ഇതൊക്കെ ഇപ്പം തന്നെ ഞാൻ ആ സുശീലയുടെ കാര്യം പറഞ്ഞില്ലേ, സുശീലയുടെ കാര്യം എന്താ, സുശീലയുടെ മകൾ മായയ്ക്ക് കഫീലിനെടുക്കുന്ന മർദ്ദനം. കഫീലിന് എന്ത് പറ്റി? കഫീലൊരു ഡ്രഗ്സ് കേസിൽ അകപ്പെട്ടു, മയക്കുമരുന്നിൻ്റെ കേസ് അകപ്പെട്ടു. അപ്പോൾ ഈ മായയും ആ ഡ്രഗ്സ് കേസിൽ പ്രതിയാക്കി അവൾ. ഓക്കെ, പണ്ടേ ശമ്പളമില്ല, ജീവിതം പോയിരിക്കുമ്പോൾ ഉണ്ട്. ഇപ്പം എന്ത് പറ്റി? ഡ്രഗ്സ് കേസ്, മയക്കുമരുന്ന് കേസിൽ ഗൾഫിൽ പ്രതി, 15 കൊല്ലം അകത്ത് കിടക്കണം. ഇവളെ ഇതുകൂടി കേട്ടപ്പോഴൊക്കെ ഭക്ഷണമായില്ല, ശമ്പളവും ഇല്ല, അവളുടെ പറ്റിക്കപ്പെട്ട് തട്ടിപ്പിലാകപ്പെട്ട് പണവും നഷ്ടപ്പെട്ട് അവൾ നിൽക്കുന്ന സ്ഥലത്താണെങ്കിൽ സമാധാനം കൊടുക്കണില്ല അവൾക്ക്. ഇപ്പോഴെന്ത്? ഡ്രഗ്സ് കേസിൽ പ്രതിയുമായി. ഇതെല്ലാം വിളിച്ച് അമ്മയോട് പറയും. അമ്മ ഇങ്ങനെ സംഭവിച്ച് അനിയത്തിനെ ഫോണിൽ കിട്ടുമ്പോൾ കരയും അവൾ. അപ്പോഴ് അനിയത്തി പറഞ്ഞ്, ചേച്ചിനെ മാതാവ് രക്ഷിക്കും, ഞാൻ ഏലക്കാമാല കെട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ കണ്ണ് നിറഞ്ഞു പോയി ഈ സാധനം കേട്ട് കഴിഞ്ഞാൽ. അവൾക്ക് വേറെ ഒന്നും ചെയ്യാൻ അറിയത്തില്ല. ചേച്ചിനെ അമ്മ രക്ഷിക്കും, ഞാൻ ഏലക്കാമാല അമ്മയ്ക്ക് വേണ്ടി കെട്ടണമുണ്ടെന്ന്. അവൾക്ക് എന്താ ചെയ്യാൻ അറിയാവുന്നത്? അവളൊരു നോൺ ക്രിസ്ത്യനാണ്. അവളുടെ ചേച്ചി ഒരു അന്യ സ്ഥലങ്ങളിൽ എലി പത്താഴത്തി വീണ പോലെ പിട്ടുകിടക്കുകയാണ്. അവൾക്ക് ദൈവതിരുസന്നിധി, ദൈവത്തിനെ ഈ വിഷയത്തിൽ ഉൾപ്പെടുത്താൻ ചെയ്യാൻ അറിയാവുന്ന ആപ്പാടെ പണി എന്താ? അവളുടെ മനസ്സിൽ വന്നു ഞാൻ ഏലക്കാമാല കെട്ടണമുണ്ടെന്ന്. ആ ഒരു മാല മുഴുവൻ കെട്ടിക്കൊണ്ട് മാതാവിനിടും.
എനിക്കറിയാം അതിൻ്റെ ബലം എന്താണെന്ന്. എന്താ കാര്യം? വിശ്വാസാവിഷ്കാരങ്ങളിൽ രണ്ടാമത്തതാണ് എന്താണ്? വിശ്വാസപ്രയോഗം. അതാണ് സാധനം. ഉടമ്പടിയിലില്ലേ എന്തൊക്കെയുണ്ട് വിശ്വാസത്തിൽ? പ്രാർത്ഥന, പ്രഖ്യാപനം, പിന്നെ എന്താണ്? പ്രയോഗം. അത് പ്രയോഗമാണ്. അവളുടെ അമ്മ സുശീല ചെയ്യണ പരിപാടി എന്താണെന്നറിയാമോ? അവളെ സുശീല വണ്ടിക്കാശി തണ്ണീർമുക്കത്ത് നിന്ന് ഇങ്ങോട്ട് വന്നാൽ മതി, 10-12 കിലോമീറ്ററേ ഉള്ളൂ. ആ കിലോമീറ്റർ എല്ലാ ദിവസവും മാതാവിൻ്റെ അടുത്ത് വരും, നടന്നു വരും. കാര്യം എന്താ? പെട്ടിരിക്കല്ലേ, മകൾ പെട്ടിരിക്കല്ലേ. അപ്പം എല്ലാ ദിവസവും മാതാവിൻ്റെ അടുത്ത് വരും. എങ്ങനെ വരും? നടന്നു വരും. നിഷ്പാതകയായിട്ട് നടന്നു വരും. നടന്ന് വന്നിട്ടും പറയും, അമ്മേ ഞാൻ വരുന്നു, ഞാൻ പോണ്, എൻ്റെ മകളുടെ കാര്യം പറയാൻ വന്നതാണ്. അപ്പം നടന്ന് വരുമ്പോൾ ഒരു പ്രയോഗമുണ്ട് അതിൻ്റെ അകത്ത്. ഒരു പ്രഖ്യാപനമുണ്ട്, ഒരു പ്രയോഗമുണ്ട്, ഒരു പ്രാർത്ഥനയുണ്ട്. എന്താണ്? നടക്കുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടാണ് നടക്കണത് തന്നെ ഒരു പ്രഖ്യാപനമാണ്. നടന്ന് വന്ന് എത്തണത് ഒരു പ്രയോഗമാണ്. ഇതെല്ലാം അതിൻ്റെ അകത്തുണ്ട്. അപ്പം അതുകൊണ്ട് ദൈവത്തിന് ഇപ്പോൾ കർത്താവിൻ്റെ ഒരു വചനമുണ്ടല്ലോ, 14 എടുത്തവനെ, മർക്കോസ് 14:8 ഇവൾക്ക് സാധിക്കുന്നത്, അതാണ് നോക്കിയ കണ്ടല്ലേ, ഇവൾക്ക് ഇവൾക്ക് സാധിക്കുന്നത് ഇവൾ ചെയ്തു. അവൾക്ക് സാധിക്കുന്ന ഏലക്കാമാല കെട്ടണതാണ്. അതാണ് സംഭവം. ഇതേതാ സംഭവം മനസ്സിലായ? ലാസറിൻ്റെ വീട്ടിൽ ലാസർ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ പാദത്തെങ്കിൽ 300 ദനാരയ്ക്കുള്ള സുഗന്ധ തൈലം ലാസറിൻ്റെ ബദനിയിലെ മറിയം കാല് പൂശി പ്രാർത്ഥിച്ച്. അപ്പോൾ യൂദാസ് അവിടെ നിന്നുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കി. എന്ത് നോൺസെൻസാണിത്? അയാൾ യുക്തി ഉപയോഗിക്കുന്ന ആളാണ്. അയാൾക്ക് ഭക്തിയല്ല അയാൾ ഉപയോഗിക്കണത്, യുക്തിയാണ് ഉപയോഗിക്കണത്. അയാൾ ചോദിച്ചത് എന്താണിത്? നോൺസെൻസ് അല്ലേ ഇത്? ഇതുകൊണ്ട് ആൾക്കാർക്ക് വീട് വെച്ച് കൊടുക്കാൻ പറ്റത്തില്ലെന്ന് ചോദിച്ച്. നമുക്ക് ദൈവത്തിന് നമ്മൾ കൊടുക്കുന്നത് കൊണ്ട് വീട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ വീട്ടിൽ കിടന്ന് പൊറുക്കാൻ പറ്റത്തില്ല നമുക്ക്. മനസ്സിലായില്ലേ? രണ്ട് വിഷയമാണ്. അതെന്താ വെച്ചാൽ ദൈവത്തിന് കൊടുക്കേണ്ടത് ദൈവത്തിന് കൊടുക്കണം, സീസറിന് കൊടുക്കേണ്ടത് മനുഷ്യന് കൊടുക്കേണ്ടത് മനുഷ്യന് കൊടുക്കണം. മനുഷ്യന് കൊടുക്കേണ്ട അടുത്ത് ദൈവത്തിന് കൊടുക്കരുത്, ദൈവത്തിന് കൊടുക്കേണ്ട അടുത്ത് മനുഷ്യനെയും കൊടുക്കരുത്. അതിനെ ബാലൻസ്ഡ് ആയിട്ടാണ് ഈശോ പറഞ്ഞിരിക്കുന്നത്. അവളെ സംബന്ധിച്ചിടത്തോളം ചെയ്യണത് എന്താണ്? ഒരു ദനാറയ്ക്ക് 300 ദനാറ ഒരു വർഷത്തെ കൂലിയാണ്. കർത്താവിനുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി അതിനൊരു കുപ്പി സുഗന്ധതൈലം മേടിച്ചിട്ട് കർത്താവിൻ്റെ 2 കാലിലും മുഴുവനും ഒഴിച്ചു കൊടുത്ത്, എന്നിട്ട് ആ കാല് ചുംബിച്ചു. അത് പ്രയോഗമാണ്, വിശ്വാസപ്രയോഗമല്ല, അവിശ്വാസം മൂത്തിട്ടുള്ള ഒരു സ്നേഹത്തിൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധങ്ങൾ അതാണ്. അത് പ്രയോഗമാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ ഇവളത് ചെയ്ത് കഴിഞ്ഞപ്പോൾ അമ്മ നടന്ന് വന്ന്, അവളുടെ അമ്മ തണ്ണീർമുക്കത്തിൽ നടന്ന് ഇവിടെ വന്നിട്ട് പറഞ്ഞ്, എൻ്റെ മകളുടെ കാര്യം പറയാതെ തന്നെ അമ്മക്കറിയാമല്ലോ, അമ്മയെ കാണാൻ ഞാൻ നടന്നു വന്നതാണ്. അന്ന് രാത്രി അമ്മ അവളോട് പറഞ്ഞു, നാളെ നിൻ്റെ മകളെ വിളിക്കണം, നിൻ്റെ മകളെ വിളിച്ചിട്ട് പറയണം തലയെ തുണിയിട്ടൊരു സ്ത്രീ ഓഫീസിൽ വരുന്നുണ്ടെന്ന്, അതോടെ പ്രശ്നം തീരുമെന്ന്. അതാണ് വിഷയം. പിറ്റേ ദിവസം അമ്മ പറഞ്ഞ പോലെ തന്നെ തലയെ തുണിയിട്ടൊരു മുസ്ലിം സ്ത്രീയാണ് അവിടെ വന്നിട്ട് അവർ ഓഫീസിൽ വന്നിട്ട് ഇവളുടെ രജിസ്റ്ററിൽ കേസ് ക്യാൻസൽ ചെയ്ത് അവിടെ റിലീവ്ഡായി പെട്ടെന്ന്. അപ്പം എന്ത് ചെയ്യണം? ഒരു വിഷയത്തിന് എവിടെയാണ് അതിൻ്റെ കുറിഞ്ഞിരിക്കണത്, അവിടെ എന്ത് ചെയ്താൽ ശരിയാവും ആർക്കറിയാം? അമ്മയ്ക്കറിയാം. അപ്പോൾ നമ്മൾ പറയും ചെയ്യേണ്ടതൊക്കെ ഞാൻ ചെയ്യിച്ചോളാം, നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞാൽ മതി, ഈശോയെ കൊണ്ട് ചെയ്യിക്കേണ്ട കാര്യമൊക്കെ ഞാൻ ചെയ്യിച്ചോളാം, നിങ്ങളെന്താ ചെയ്യേണ്ടത്? അവൻ പറഞ്ഞ പോലെ ചെയ്യുക. കൈയടിച്ച് കർത്താവ് സുഡാലി. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അപ്പോഴീ ഉപ്പും ഉടമ്പടിയിലെ ഉപ്പും അതുപോലെ തന്നെ എണ്ണയും ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ നിങ്ങളെ വിശ്വാസ പ്രയോഗത്തിലാണെന്നുള്ള കാര്യം മനസ്സിലാക്കണം. അതിന് നമുക്ക് വേണ്ട മൗലിക വികാരം എന്ന് പറയുന്നത് ദൈവസ്നേഹമാണ്. വിശ്വാസം മൂത്തിട്ടാണ് ദൈവസ്നേഹം ഉണ്ടാകുന്നത്. യൂത്തിനൊക്കെ ഉണ്ടാകുന്നൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂത്ത് ഈ
ഉടമ്പടി എടുക്കുന്നത് കൊണ്ട് തന്നെ ചില സമയത്ത് അവർക്ക് ചില നെഗറ്റീവ് അനുഭവങ്ങൾ നിങ്ങളുടെ ഒരു കൗണ്ട് ഡൗൺ വരും ചില സമയത്ത്. എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ ഉദാഹരണത്തിന് ഇപ്പം നിങ്ങൾ അച്ഛൻ്റെ എല്ലാ ദിവസവും ഒരു സാക്ഷ്യം അല്ലെങ്കിൽ ഒരു ഡെയിലി ബ്രെഡ് നിങ്ങൾ ഷെയർ ചെയ്യുന്നു, നിങ്ങളുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തേ, ഉടനെ അവരെന്ത് ചെയ്യും? ദൈവത്തിനെ കാണുമ്പോൾ തന്നെ പല്ലിളിക്കണ പിശാചുക്കളുണ്ടാവും. നിങ്ങളുടെ കൂട്ടുകാരായിരിക്കും. ചിലപ്പോൾ നിങ്ങളവർ ക്യാൻസൽ ചെയ്ത് കളയും, ബ്ലോക്ക് ചെയ്ത് കളയും. അപ്പോൾ നിങ്ങൾക്ക് സന്തോഷമായില്ലേ? നിങ്ങൾക്ക് പറ്റാത്ത ആൾക്കാരിൽ നിന്ന് നിങ്ങൾക്ക് ബ്ലോക്കിങ് കിട്ടുമ്പോൾ തന്നെ അത്ര ആ സാധനം പോയി കിടത്തില്ലേ? ആ സാധനം ആ ഗ്രൂപ്പിൽ കിടന്നാൽ മോശമാണ്. അച്ഛൻ പറഞ്ഞ് മനസ്സിലായില്ലേ? നിങ്ങളെ വിചാരിക്കും, അയ്യോ ഞാനിങ്ങനെ ഇവർക്ക് സെൻഡ് ചെയ്യും, ഇവർ മതം മാറ്റമാണെന്ന് കരുതുക, അല്ലെങ്കിൽ എന്നെ ഒരു ഭക്തി ആയിട്ട് കരുതുക. ഞാൻ ഭക്തിയൊന്നും അല്ല, എനിക്ക് തൽക്കാലം IELTS പാസ്സാകാനുള്ള അഭ്യാസം മാത്രമേ ഉള്ളൂ എന്ന് അവർക്കറിയാൻ പാടില്ല. പറഞ്ഞ മനസ്സിലായില്ല? അത് നമ്മുടെ രഹസ്യ ധാരണകൾ നിങ്ങൾ വിവേചിക്കണം. നിങ്ങൾ എന്തുകൊണ്ട് ഷെയർ ചെയ്യുന്നില്ല കൂട്ടുകാർക്ക്? അതിൻ്റെ കാരണം നിങ്ങളിതൊരു 3 മാസത്തുള്ള അഭ്യാസമായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഒക്കട്ടെ കിട്ടണേ ഊട്ടി പോയ ചട്ടി, അതുകൊണ്ടാണ് ഷെയർ ചെയ്യാത്തത്. ഞാൻ ഈ 3 മാസത്തെ അഭ്യാസത്തിന് വേണ്ടി എടുത്തിരിക്കുന്ന കാര്യം എൻ്റെ കൂട്ടുകാരുടെ മുമ്പിൽ ഞാനൊരു ഭക്തിഭ്രാന്തിയായിട്ട് അറിയപ്പെടേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ഷെയർ ചെയ്യത്തില്ല. നിങ്ങളുടെ ആന്തരിക വിചാരങ്ങളെ കർത്താവ് വിവേചിച്ചിരിക്കുന്നു, കർത്താവ് നിങ്ങളെ വിധിക്കുന്നു. ഈ വിധിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മര്യാദയ്ക്ക് ഷെയർ ചെയ്ത് രക്ഷപ്പെടുന്നതാണ് നല്ലത്. ചെറുപ്പക്കാർക്കും ഇതുപോലുള്ള അബദ്ധങ്ങൾ സംഭവിക്കാം. നിങ്ങളുടെ കൂട്ടുകാരെല്ലാം ഒരു മേനിക്കെങ്കിലും സ്വയം ഹ്യൂമനിസ്റ്റിൻ്റെ മാനവികൻ്റെ കുപ്പായമെടുത്ത് അടിഞ്ഞിട്ടുള്ള പാർട്ടിയാകും. അപ്പം നമ്മളത് ഷെയർ ചെയ്ത് സ്റ്റാറ്റസ് ഇട്ട് കഴിയുമ്പോൾ അവനവിടെ നമ്മൾ 2ാം പൗരനാക്കും, അവൻ 1ാം പൗരനാകും. ആരാണ് 1ാം പൗരൻ 2ാം പൗരൻ എന്താ അവസാനം അറിയാൻ പറ്റും. അവൻ പറയും, എന്ന് തുടങ്ങി ഈ ഭക്തിഭ്രാന്തൊക്കെ. എടാ, മര്യാദക്ക് അധ്വാനിച്ച് ജീവിച്ചാൽ പ്രശ്നമൊന്നുമില്ല, അല്ലെങ്കിൽ ഇതുപോലെ ചെന്ന് ചാരേണ്ടി വരും. ഹ്യൂമനിസ്റ്റായി. അപ്പോൾ നമ്മളവർക്ക് അവനാണ് വലിയ, അവനൊരു കുന്തും അറിയത്തില്ല. ദൈവത്തെ അറിഞ്ഞില്ലെങ്കിൽ എല്ലാം അറിയാം. ദൈവത്തെ അറിഞ്ഞില്ലെങ്കിൽ തീർന്നില്ലേ? അവന് ദൈവത്തെ അംഗീകരിക്കേണ്ടത് അതിന് പോരായ്മയെ കരുതിയിരിക്കുകയാണ്. അവൻ്റെ അന്ത്യം നമ്മൾ കണ്ടിട്ടില്ലല്ലോ. കാണുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് അവൻ പറഞ്ഞത് നീ അനുസരിക്കാൻ നീ ബാധ്യസ്ഥനാകണത്? അതുകൊണ്ട് നീ നിഷ്പക്ഷമായിട്ടും നിർഭയനായിട്ടും കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ വക്താവായിട്ട് മാറാമെന്ന് കൈ അടിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഞങ്ങളുടെ ആന്തരിക വിശുദ്ധീകരണ മേഖലകൾ വെളിപ്പെടുത്തുന്നതിന് നന്ദി പറയുന്നു. നമ്മൾക്ക് ജനക്കൂട്ടത്തെ കാണുമ്പോൾ നമുക്ക് എന്താ തോന്നേണ്ടത്? അനുകമ്പയാണ് തോന്നേണ്ടത്. എന്താണ്? അവർക്ക് കർത്താവിനെ ആവശ്യമുണ്ടല്ലോ എന്ന് തോന്നണം. നീ ദൈവത്തിൻ്റെ ആളാണെങ്കിലേ ജനക്കൂട്ടത്തെ കാണുമ്പോൾ നിൻ്റെ ഗ്രൂപ്പിലെ വാട്സപ്പ് ഗ്രൂപ്പിലായാലും ശരി, നിൻ്റെ ഏത് മേഖലയായാലും ജനക്കൂട്ടമാണല്ലോ അത്. അവരെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? അവന് അനുകമ്പ തോന്നണം. എന്താണ്? അവർക്ക് കർത്താവിനെ അറിയത്തില്ലല്ലോ. അവരെ അറിയിക്കാനുള്ള അവർ ഇടയില്ലാത്ത ആടുകളെപ്പോലല്ലേ, കർത്താവില്ലാത്ത ആൾക്കാരെ പോലല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ജനക്കൂട്ടത്തെ കാണുമ്പോൾ ചില അണ്ണന്മാർക്ക് എന്താ തോന്നണത്? അവർ ഓന്തുമാരുണ്ടല്ലോ, ഈ സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കണം എന്ന് പറഞ്ഞാൽ ജനക്കൂട്ടത്തെ കാണുമ്പോൾ പിന്നെ മതം മറന്നു പോകും, വിശ്വാസം മറന്നു പോകും. ജനക്കൂട്ടത്തെ കാണുമ്പോൾ വിശ്വാസം മറക്കണത് ആരാണ്? ബിസിനസ്സുകാരായിരിക്കും, ഒരു സംശയമില്ല. എന്താ കാര്യം? ഇപ്പം നീ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ വസ്തു മുസ്ലിം മേടിക്കത്തില്ല, ഹിന്ദു മേടിക്കത്തില്ല. കേരളത്തിൽ ജാതീയത ശക്തമല്ലേ. അപ്പം അതുകൊണ്ട് എന്നാ ശരി, എനിക്ക് മതമില്ലെന്ന് പറഞ്ഞാൽ മതിയല്ല. മതമില്ലാത്ത ജീവനാണെന്നൊക്കെ പറഞ്ഞാൽ മതിയല്ല. എനിക്ക് മതമില്ല, ഞാൻ നിരീശ്വരവാദിയാണെന്ന് പറയുമ്പോൾ എൻ്റെ ചരക്ക് എല്ലാവരും മേടിക്കും. അപ്പോൾ മറ്റുള്ളവർ ചരക്ക് വിറ്റഴിക്കാൻ വേണ്ടി നീ ദൈവത്തിന് ഒറ്റിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ നീ ഇന്ന് മാപ്പ് പറയണം. ഇവിടെ ഉടമ്പടിയിൽ വെച്ച്, കർത്താവേ ഇതെല്ലാം കടന്നു പോകുന്നതാണ്, കടന്നു പോകുന്നത് നീ മാത്രമാണ്. ഞാൻ നിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താതിരുന്നിട്ടുണ്ടെങ്കിൽ, ഐഡൻറ്റിറ്റി തള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്താവേ മാപ്പ് ചോദിക്കുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ആരാധന
വിശ്വാസം നമുക്കറിയാം. വിശ്വാസത്തിൻ്റെ ആവിഷ്കാരങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് പ്രാർത്ഥന, രണ്ടാമത്തേത് എന്താണ്? പ്രഖ്യാപനം, മൂന്നാമത്തേത് എന്താണ്? പ്രയോഗം. ഈ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഈ പ്രഖ്യാപനം എന്ന് പറയുമ്പോൾ ഉള്ള വിഷയം വെച്ചാൽ, ഈ പ്രഖ്യാപനം ആദ്യം നടത്തേണ്ടത് എവിടെയാണെന്ന് അറിയാമോ? തെരുവീതിയിലല്ല, സ്വന്തം വീട്ടിലാണ് നടത്തേണ്ടത്. വിശ്വാസം പ്രഖ്യാപിക്കേണ്ടത് എവിടെയാണ്? ആദ്യം സ്വന്തം വീട്ടിലാണ് പ്രഖ്യാപിക്കേണ്ടത് ആദ്യം. കാര്യം, വിശ്വാസത്തിനെതിരായിരിക്കും ഭർത്താവ്, അല്ലെങ്കിൽ ഭാര്യ, അല്ലെങ്കിൽ മകൻ, അല്ലെങ്കിൽ മകള്. അവളെ കേൾക്കാം, അയ്യോ അവളെ കേൾക്കാം, അവളെല്ലാം പറയും. അതുകൊണ്ട് ഞാൻ പ്രത്യക്ഷക്കാരനെ ചുണ്ടിൻ്റെ താഴെ പ്രത്യക്ഷ പ്രാർത്ഥനയുള്ള പിശാചുക്കളുണ്ട്. എന്താ കാര്യം? മകള് കേൾക്കും, അവൾക്ക് ഇഷ്ടപ്പെടത്തില്ലെന്ന്. അപ്പത്തേനും നിന്റെ കാര്യത്തിൽ തീരുമാനമായില്ലേ? അതാണ് ഈശോ പറഞ്ഞ 10:32 മനുഷ്യരുടെ മുമ്പിൽ ഏറ്റു പറയണമെന്ന്. അപ്പോൾ അവളെ കേട്ടാലും അവൻ കേട്ടാലും, അവന് പ്രാന്ത് കയറിയാലും പിശാച് കയറിയാലും ചാടിപ്പോയാലും നീ നിൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കണം. എവിടെയാണ്? ഒരുത്തൻ വിശ്വാസം പ്രഖ്യാപിക്കേണ്ടത് ആദ്യമായി അവൻ്റെ വീട്ടിൽ തന്നെയാണ്. ക്ലിയർ അല്ലേ? ആ, എന്താ കാര്യം നീ ഇത് പറയാൻ കഴിയും? ജെയ്സി എന്നും പറഞ്ഞൊരു മോളെ ഈ ദിവസം സാക്ഷ്യം പറഞ്ഞു. അവളുടെ സാക്ഷ്യം എന്ന് പറയുന്നത്, അവളുടെ മകന് ഉടമ്പടിയിലൊന്നും വിശ്വാസമില്ല, ഉപ്പിലും വിശ്വാസമില്ല. ഇപ്പം എൻ്റെ പ്രശ്നം വെച്ചാൽ, പക്ഷേ അമ്മ ഇവൻ്റെ മകനെ സ്വിറ്റ്സർലൻഡിലാണ് അവൻ MBA പാസ്സായതാണ്. പക്ഷെ അവിടെ MBA പാസ്സായെന്ന് പറഞ്ഞാലും ഈ ഇൻറ്റേൺഷിപ്പിന് പോയി ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇൻറ്റേൺഷിപ്പിന് പോകണ മുമ്പ് അമ്മ പറഞ്ഞ്, എടാ നിനക്ക് ഇൻറ്റേൺഷിപ്പ് കിട്ടാൻ അവിടുത്തെ നാട്ടുകാർ തന്നെ ഉണ്ട്, നിന്നേക്കാൾ വലിയ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരും ക്വാളിറ്റി ഉള്ള ആൾക്കാരും ഉണ്ട്, അവരെടുക്കത്തുള്ളൂ, നമുക്ക് മെറിറ്റില്ല. അതുകൊണ്ട് നീ എന്ത് ചെയ്യണമെന്ന് പറയാം, ഈ ഉപ്പ് കൊണ്ടുപോയി ഇൻറ്റേൺഷിപ്പ് ഓഫീസിൽ ഇടണമെന്ന് പറഞ്ഞു വിശ്വാസപ്രമാണം ചൊല്ലി. അപ്പോഴവൻ പറഞ്ഞു, ഞാൻ ഇടത്തില്ല. അയ്യോ ഇതൊക്കെ ഇതൊക്കെ ചെയ്താൽ വല്ല കാര്യം ശരിയാവുക, അവിടെയൊക്കെ ക്യാമറ ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ അമ്മ പറഞ്ഞു, ക്യാമറ ആയതുകൊണ്ട് സായിപ്പിനെ കാണുമ്പോൾ കവാത്ത മറക്കണ, ചില ആൾക്കാർ ക്യാമറ കാണുമ്പോൾ കവാത്ത മറക്കുകയും. അവൻ പറഞ്ഞു, ഞാൻ നിൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞു. നീ ചെയ്യേണ്ട, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. നിന്നെ അവിടെ ഇടിപ്പിക്കണ കാര്യമാണ്. ഇൻറ്റേൺഷിപ്പ് ഓഫീസിൽ പോയി അമ്മ കൊണ്ട് അവൻ നിൽക്കുമ്പോൾ അവിടെ ഉപ്പിട്ടിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി, മാതാവേ ഞങ്ങൾക്ക് കഴിവില്ല, ഞങ്ങൾക്ക് മെറിറ്റില്ല, ഇത് നോട്ട് ബൈ മെറിറ്റാണ് വർക്ക് ചെയ്യേണ്ടത്, ഉടമ്പടി, അതിനുവേണ്ടി ഞാൻ ഉടമ്പടി ചെയ്തിരിക്കണം, അതുകൊണ്ട് ഈ മകനെ ഇവിടെ ഇൻറ്റേൺഷിപ്പിൽ എടുക്കണമെന്ന് പറഞ്ഞു, എക്സ്പീരിയൻസിന്. പല നാട്ടുകാർക്ക് സീറ്റില്ല, അവന് സീറ്റ് കിട്ടി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ആ കമ്പനി, വേറൊരു കമ്പനി അവനെ ജോലിക്ക് വിളിച്ചപ്പോഴും അമ്മ പറഞ്ഞേ, എടാ മകനെ ഉടമ്പടി ഉപ്പുണ്ട്, നമുക്കൊണ്ട് ഇടാമെന്ന് പറഞ്ഞ്. അപ്പോൾ അമ്മ പറഞ്ഞു, അമ്മ അതൊക്കെ ശരിയാകുക, അവിടെയൊക്കെ ഒത്തിരി ആൾക്കാരൊക്കെ ഉള്ളതാണ്. അപ്പോൾ നമ്മൾ രാത്രി ഓഫീസിൽ പോകാം, രാത്രി ഓഫീസ്. അമ്മയുമായിട്ട് ഈ മകൻ്റെ കൂടെ അമ്മ രാത്രി ഓഫീസിൽ പോയിരിക്കുക. എന്നിട്ട് രാത്രി ഓഫീസിൽ പോയി അവിടെ നിന്ന് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് അവിടെ ഉപ്പിട്ടിട്ട് പോകുന്നു. പ്രഖ്യാപനമാണ്, വിശ്വാസ പ്രഖ്യാപനം. അപ്പോൾ നമുക്കൊരവസരം കിട്ടുമ്പോഴെന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ദൈവത്തിന് തോന്നണം, നമ്മൾ ഏത് കാലാവസ്ഥയിലും കർത്താവിനെ തള്ളിപ്പറയത്തില്ല. സുവിശേഷം എന്ന് പറയുന്ന വിശ്വാസം, നമ്മളെന്താ കർത്താവ് തുടങ്ങണത് എങ്ങനെയാണ്? വിശ്വസിക്കുക, സുവിശേഷത്തിൽ അനുദപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക. അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് ബേസിക്കായിട്ട് വേണ്ടത് സുവിശേഷത്തിലാണ്. അനുദപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ വചനങ്ങളിലും ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതികളിലും ദൈവത്തിൻ്റെ പരിപാലന മാർഗങ്ങളിലെയും നമ്മൾ വിശ്വാസത്തിലെടുക്കണം. എന്നിട്ട് ആ വിശ്വാസത്തെ നമ്മൾ പ്രയോഗിക്കണമാണ് ഉപ്പിടുമ്പോൾ. അവൻ പിന്നെ ഒരു ഗുണം ചെയ്തു, അവൻ അത്ര മോശക്കാരനല്ല. അവൻ എപ്പോഴും ഈ ഉപ്പൊക്കെ പബ്ലിക്കായിട്ട് ഇടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും തൈലം പൂശിയിട്ടേ അവൻ ഇറങ്ങത്തുള്ളൂ. അവൻ ഇൻ്റർവ്യൂവിനാണെങ്കിലും വീട്ടിൽ ഉടമ്പടി തൈലം പൂശിയിട്ട് ഇറങ്ങത്തുള്ളൂ. പക്ഷെ അമ്മ അതിനേക്കാൾ കടുത്ത ആൾക്കാരാണ്. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ അമ്മയുടെ സാക്ഷ്യം കേൾക്കുമ്പോഴുണ്ടല്ലോ, ഇവന് അവിടെ ജോലി കിട്ടാൻ ഒരു സാധ്യതയുമില്ല. പക്ഷേ അമ്മ മാതാവിൻ്റെ നോട്ട് ബൈ മെറിറ്റ് എന്നല്ലേ, എനിക്ക് കഴിവില്ല, എൻ്റെ കഴിവല്ല, നിൻ്റെ കൃപയെന്നല്ല എൻ്റെ പ്രഖ്യാപനം. നമ്മൾ വിശ്വസിക്കണത് എന്താ പ്രഖ്യാപിക്കണത്? എൻ്റെ കഴിവല്ല, നിൻ്റെ കൃപ. അതിനാണ് ഈ ഉപ്പിടണത്, വിശ്വാസപ്രമാണം ചെല്ലണത്. അപ്പോൾ ആ ജോലി അവന് കിട്ടി. അതിൻ്റെ സാക്ഷിയാണ് അവൻ പറഞ്ഞ കഴിഞ്ഞ ദിവസങ്ങളിൽ. ഞാൻ നിങ്ങളോട് പലപ്പോഴായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യവും കറക്റ്റായിട്ടുള്ള കാര്യങ്ങളും ജനങ്ങൾ
ആയിരക്കണക്കിന് ജനങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി വിജയിച്ച കാര്യങ്ങളാണ്. അതുകൊണ്ട് ചെയ്യുമ്പോൾ തന്നെ സൂക്ഷിച്ചും കൂടുതൽ ഈസിയായിട്ട് ചെയ്യാൻ കഴിയുന്നവർ കൂടുതൽ കഷ്ടപ്പെട്ട് നിവർത്തിക്കണം. പറഞ്ഞ മനസ്സിലായ കാര്യം, നിങ്ങളുമായിട്ട് കോമ്പറ്റ് ചെയ്യുന്ന ആൾക്കാർ വേറെയാണ്. കൂടുതൽ ഈസിയായിട്ട് ചെയ്യാൻ കഴിയുന്നവർ കൂടുതൽ കഷ്ടപ്പെട്ട് ഉടമ്പടി നിവർത്തിക്കണം. എന്താ കാര്യം വെച്ചാൽ, ഇപ്പോൾ ചിലരൊക്കെ സാക്ഷ്യം പറയാൻ വന്നിട്ട് പോകും, ഉടമ്പടി ചെയ്യാൻ വന്നു. അവർ ഉടമ്പടി ചെയ്യാൻ വേണ്ടി മാത്രം പ്ലെയിനിൽ സഞ്ചരിച്ച് അന്യരാജ്യത്തു നിന്ന് വന്നിട്ട് ഉടമ്പടി ചെയ്തിട്ട് അന്ന് തന്നെ പോകണവർ. അവർക്ക് ഒരു ഉടമ്പടിക്ക് ലാഭമാകണത്, അവർക്ക് ഉടമ്പടിക്ക് ചിലവാകണത് 2.5 ലക്ഷം രൂപ 3 ലക്ഷം രൂപയാണ് ഒരു ഉടമ്പടിക്ക്. അപ്പം ഞങ്ങൾ രാവിലെ വന്ന് ഇവിടെ കലവൂരിന്ന് ആലപ്പുഴയിൽ നിന്നൊക്കെ വന്നിട്ട് ഞങ്ങൾ വെളുപ്പിനെ വന്ന് നിൽക്കണമെന്ന് പറയും. എപ്പോഴാണ് ഞാൻ ചോദിക്കുക, എത്ര മണിക്കാണ് വന്നത്? 7 മണിക്ക്. അതാണ് നിങ്ങളുടെ വെളുപ്പിനെ. ഞങ്ങൾ വെളുപ്പിനെ വന്ന് നിൽക്കണം എന്ന് പറയും. ഇവിടെ വെറുതെ നടന്ന് വന്നതായിരിക്കും. അപ്പം ഞാൻ എത്ര മണിക്ക്? 7 മണിക്ക്. അപ്പം വെളുപ്പിനെന്ന് പറഞ്ഞാൽ 7 മണിക്കാണ്. ഇവർക്ക് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല. അപ്പം അതുകൊണ്ട് കൂടുതൽ ഈസിയായിട്ട് വരുന്ന ആൾക്കാർ കൂടുതൽ അതിൻ്റെ അകത്ത് കഷ്ടപ്പെട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ദൈവത്തിന് മനസ്സിലാകും ഇത് സത്യസന്ധമായ കാര്യമാണെന്ന്. പറഞ്ഞ മനസ്സിലായില്ലേ? ഇത് ഏറ്റവും വലിയ പ്രശ്നമേ. എനിക്ക് ഇപ്പോൾ ഇത്രയും നാൾ ലക്ഷക്കണക്കിന് മനുഷ്യർ ഉടമ്പടി എടുത്തപ്പോൾ എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മ പറയണത്, ഇതിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം പിടിച്ച സംഭവം എന്താണെന്നറിയാമോ? ദൈവത്തിനെ ഒന്ന് വിശ്വസിപ്പിച്ചെടുക്കുകയാണ്. ഞാൻ എടുത്തിരിക്കുന്ന സത്യസന്ധമായ ഉടമ്പടിയാണെന്ന് ദൈവത്തിനെ ഒന്ന് വിശ്വസിപ്പിച്ചെടുക്കാൻ വലിയ പാടാണ്. നമ്മൾ എടുത്തിരിക്കുന്ന ഉടമ്പടി, നിങ്ങളുടെ റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉടമ്പടിയിലുള്ള റിസ്ക് ഫാക്ടർ എന്താണ്? ഈ നിങ്ങൾ എടുത്തിരിക്കുന്ന ഉടമ്പടി സത്യസന്ധമാണെന്ന് ദൈവത്തിനെ വിശ്വസിപ്പിച്ചെടുക്കണതാണ് പാട്. അത് ഇത്തിരി സമയമെടുക്കും. അത് നിങ്ങളുടെ ഓരോ കാര്യങ്ങളിലൂടെ നമ്മൾ സീരിയസ് ആണ് ഈ വിഷയത്തിൽ, സിൻസിയറാണെന്ന് ദൈവത്തിനെ നമ്മൾ വിശ്വസിപ്പിച്ചെടുക്കണം. അത് ഓരോ ദിവസത്തെയും ഉടമ്പടിയുടെ വെല്ലുവിളിയാണിത്. എന്താണ്? എൻ്റെ ഉടമ്പടി കർത്താവിനെ കൊണ്ട് കൺകർ ചെയ്യിക്കണം. മൈ കവനൻറ്റ് മസ്റ്റ് ബി കൺകേർഡ് ബൈ ജീസസ്. അത് ദിവസങ്ങളും ഉയർത്തണ വെല്ലുവിളിയാണ്. നമ്മുടെ മുമ്പിൽ ഓരോ ദിവസവും ഉയർത്തണ വെല്ലുവിളിയാണ് നമ്മളെടുത്തിരിക്കുന്ന ഉടമ്പടിയെ കൊണ്ട് ദൈവത്തെ കൊണ്ട് അംഗീകരിപ്പിച്ചെടുക്കുക എന്നുള്ളത്. ആ സത്യസന്ധമായ ഉടമ്പടിയാണെന്ന്. അത് അഭ്യാസം കാണിക്കാൻ ചെയ്തതല്ല, ദൈവത്തോടുള്ള സ്നേഹത്താൽ വിശ്വസിച്ച് ഇത് അവസാനത്തെ തിരഞ്ഞെടുപ്പാണെന്നുള്ള ബോധ്യത്തിലാണ് എൻ്റെ മക്കൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് ഫയർ ആകണത്. അതുകൊണ്ട് അറിഞ്ഞ് ആണ് ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, 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 യേശുവേ നന്ദി, മഹത്വം, 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 ഹല്ലേലൂയ, ആരാധന, ആരാധന. നിങ്ങളുടെ കൈകളെ രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. വിവിധ രോഗങ്ങളെ വലയുന്നവർ രോഗാതുരമായ സ്ഥാനങ്ങളിലെ വലത് കൈ വെച്ചുകൊണ്ട് മരുന്നോ ലേപനമോ അല്ല, മരുന്നിനും ലേപനത്തിനും സുഖപ്പെടുത്താൻ കഴിയുന്നതിന് ഉള്ള പരിധി നീ തന്നെ നിൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞതാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി എവിടെയാണ് വേദന, എവിടെയാണ് ഭാരം, വർഷങ്ങളായി ആയിരക്കണക്കിന് മനുഷ്യർ സൗഖ്യപ്പെട്ട ഈ വേദിയിൽ മാതാവ് നിൻ്റെ കൈകളെ ഇരിക്കുന്ന സ്ഥലത്ത് അമ്മയുടെ കൈകൾ വെച്ചുകൊണ്ട് നിൻ്റെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഞാനും എൻ്റെ സ്വരവും ഒക്കെ ഒരു ദൈവത്തിൻ്റെ ഒരു മീഡിയമായിട്ട് മാത്രം നിൽക്കുന്നതാണ്. കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മ തന്നെയാണ്. നിങ്ങൾ കൈവെക്കുമ്പോൾ ആ കൈവെക്കുന്നിടത്ത് അമ്മയുടെ കൈകൾ വെക്കുന്നുണ്ടെന്ന ബോധ്യം ഉണ്ടാകണം. എവിടെയാണ് രോഗം? മുതുകിന് രോഗമുള്ളവരുണ്ട്, സ്പോണ്ടിലോസിസ് രോഗമുള്ളവരുണ്ട്, കഴുത്തിന് രോഗമുള്ളവരുണ്ട്, ഉദരത്തിന് രോഗമുള്ളവരുണ്ട്, കരളിന് രോഗമുള്ളവരുണ്ട്, ഹൃദയത്തിന് രോഗമുള്ളവരുണ്ട്, ശിരസിന് രോഗമുള്ളവരുണ്ട്, സർവാംഗം രോഗമുള്ളവരുണ്ട്. അവിടെ എല്ലാ ഇടങ്ങളിലും കൈകൾ വെച്ചുകൊണ്ട് ഇട്ടുമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ, സൗഖ്യത്തിനായി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 മഹത്വം, മഹത്വം. എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് ഈ
ആരാധനയിലൂടെ അങ്ങയുടെ നാമത്തെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്ന കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധ അമ്മേ, ദേവമാതാവേ, എല്ലാ മക്കൾക്കും വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ഉച്ച മുതൽ ഉള്ളംകാൽ വരെ അങ്ങയുടെ വിശുദ്ധമായ രക്തത്താൽ കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്ന കോശങ്ങളിലെ രക്തധമനികളിലെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. കോശങ്ങളിലെ രക്തധമനികളിലെ ശിഷ്ടമുള്ള ഇടങ്ങളിലെ, അതുപോലെ തന്നെ പിസ്സുലുള്ള ഇടങ്ങളിലെ, പിസിയോടി ഉള്ള ഇടങ്ങളിലെ, മുഴകളുള്ള ഇടങ്ങളിലെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. രക്തം കട്ടപിടിച്ച അവസ്ഥകളെ യേശു ക്രിസ്തു നാമത്തിൽ മെൽട്ടായി പോകട്ടെ. മക്കളില്ലാത്തവര്, ബോധം മറഞ്ഞവരെ, തളർന്ന് കിടക്കുന്നവരെ, രോഗി മരുന്ന് ഏൽക്കാത്തവര്, കിടപ്പിലായിപ്പോയിട്ടുള്ളവര്, ഭക്ഷണം കഴിക്കാൻ പറ്റാത്തവര്, വെള്ളം കുടിക്കാൻ പറ്റാത്തവര്, മൂത്രമറിയാതെ പോകുന്നവര്, രക്തമൊഴുകാതെ പോകുന്നവര്, സ്രാവങ്ങളുള്ളവര്, ചെവിന്ന് പഴുപ്പ് വരുന്നവര്, നിർത്താത്ത മൂക്കൊലിപ്പുള്ളവര്, ഉച്ച മുതല് ഉള്ളംകാൽ വരെ കർത്താവിന്റെ വിശുദ്ധമായ രക്തത്താൽ കഴുകപ്പെടട്ടെ. മാരകരോഗങ്ങള്, തീരാവേദികള്, നടുവേദനകള്, കിഡ്നി വേദനകള്, സ്പൊണ്ടിലോസിസ് അസുഖങ്ങള്, വളഞ്ഞ നടുവല്ലുകള്, തുളലുകള്, കുഴഞ്ഞ അസ്ഥികള്, ഓപ്പറേഷന് ശേഷം റോഡുകള് അകത്തായി പോയവര്, ഇനി ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുകയില്ലെന്ന് പറഞ്ഞവര്, സിസേറിയൻ കാരണം ഇനി മക്കൾ ഉണ്ടാവത്തില്ലെന്ന് പറഞ്ഞവര്, മക്കളില്ലാത്ത ദമ്പതികള്, യേശുവിന്റെ നാമത്തില്, ഓട്ടിസം രോഗികള്, ഹൈപ്പർ ആക്ടിവിറ്റി കുഞ്ഞുങ്ങള്, മക്കൾ ഇല്ലാത്തവര്, പഠിക്കാൻ പറ്റാത്തവര്, വീട്ടിൽ കലഹം ഉണ്ടാക്കുന്നവര്, മദ്യപാന ആസക്തികള്, മനോരോഗികള്, എപ്പിലെപ്സി രോഗികള്, അപസ്മാ രോഗങ്ങള്, വിട്ടുമാറാത്ത പനികള്, രോഗങ്ങള്, പീഡകള്, ആദികള്, വ്യാധികള്, അസമാധാനങ്ങള്, യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, ജീവിത ഭാരങ്ങള്, ജീവിത പ്രാരാബ്ദങ്ങള്, ജീവിത ദുരിതങ്ങള്, ജീവിത സങ്കടങ്ങളുടെ മേൽ ദൈവിക തീരുമാനം ഉണ്ടാകുകയും വിടുതൽ പ്രാപിക്കുകയും ചെയ്യുന്ന സമയമാണ്. ജോലി ഇല്ലാത്തവര്, ജോലി നഷ്ടപ്പെട്ടവര്, വീടില്ലാത്തവര്, വീടിന് വെക്കാൻ സ്ഥലം പോലും ഇല്ലാത്തവര്, സാമ്പത്തികമായ ബാധ്യതകളാൽ വിഷമിക്കുന്നവര്, ജപ്തി നടപടി നേരിടാൻ പോകുന്നവര്, നടപടിയിൽ ഇരിക്കുന്നവര്, വിവാഹത്തില് ബന്ധം പിരിഞ്ഞുകൊണ്ടിരിക്കുന്നവര്, കോടതി കേസ് കിടക്കുന്നവര്, അതുപോലെ തന്നെ കോടതിയിൽ അദാലത്തിന് വിളിച്ചിരിക്കുന്നവര്, ഓരോരോ വിഷയങ്ങൾക്ക് വേണ്ടിയും കർത്താവിന്റെ തിരുസഭയിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നവർ, പറഞ്ഞാൽ അനുസരിക്കാത്ത മക്കള്, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന മക്കള്, തോന്നുമ്പോൾ തിരിച്ചു വരുന്ന മക്കള്, അനുസരണ ഇല്ലാത്തവര്, തെറ്റായ പ്രണയത്തെ കുടുങ്ങിക്കൊണ്ട് കുടുംബത്തിന് നാശം വിതക്കുന്ന മക്കള്, അന്ധമായ അവസ്ഥകളിൽ കുടുംബത്തിന്റെ കാര്യങ്ങളൊന്നും അന്വേഷിക്കത്തില്ല, മാതാപിതാക്കന്മാർ അന്വേഷിക്കത്തില്ല, മക്കളെ സഹോദരങ്ങൾ അന്വേഷിക്കത്തില്ല, സ്വന്തം കാര്യം മാത്രം നോക്കിക്കൊണ്ട് സ്വന്തം കാര്യത്തിന് വേണ്ടി കുടുംബത്തെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നവര്, കുടുംബത്തിന്റെ അസുര വിത്തുകൾ എന്ന് പറയുന്ന സന്തതികള്, അവരുടെ മേലെല്ലാം കർത്താവിന്റെ രക്തം പതിക്കട്ടെ. യേശുവിന്റെ നാമത്തില്, സഭയുടെ അധികാരത്തില്, പുരുഷന്റെ അടയാളത്തില്, ദൈവത്തിന്റെ ശക്തിയാൽ മാരക തടസ്സങ്ങള്, തീരാവേദ്യങ്ങള്, ദുരിതങ്ങള് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ. യേശുവേ, സമാപന ആശീർവാദമാണ്. കൈകുപ്പി കർത്താവിനോട് സ്വകാര്യമായി പറയാനുള്ള കാര്യങ്ങൾ ഇപ്പോൾ മൗനമായി പറയുക. ആശീർവാദത്തിൻ്റെ സമയമാണ്. സാക്ഷ്യം പറയാൻ സാധിക്കും ഈ വിഷയത്തിന് വേണ്ടി. ഓൺലൈനിലുള്ളവരും ശ്രദ്ധിക്കുക, ഈ സമയം മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്.
ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോയേ, നിന്റെ രാജ്യം സ്വന്തമാക്കുവാൻ ഞങ്ങൾക്കുള്ളതെല്ലാം സന്തോഷത്തോടെ പോയി വിറ്റ്, അഥവാ സുവിശേഷ വചന പ്രകാരം ഞങ്ങളെ തന്നെ പരിത്യജിച്ച് നീയാകുന്ന സന്തോഷത്തിലേക്ക് വരുവാൻ ഈശോയെ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഈശോയെ, സത്യഹൃദയത്തോടെ നിന്റെ കൃപയുടെ സിംഹാസനത്തെ സമീപിക്കുവാൻ, ഏറ്റവും ശുദ്ധമായ മനസ്സോടുകൂടി ഉടമ്പടിയെ പുൽകുവാൻ, ആന്തരികമായ വിശുദ്ധീകരണം ഈശോയെ ഞങ്ങളുടെ ഓരോ മേഖലകളിലും നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം. വിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ഇടക്കിടക്ക് അച്ഛൻ ധ്യാനത്തിലൂടെ ഓരോ കാര്യങ്ങൾ ഓർപ്പിക്കുന്നത്, ഞാൻ ഓർപ്പിക്കുന്നതിനേക്കാളുപരി ആ ആഴ്ചയിൽ കർത്താവ് നമ്മളെ ഓർപ്പിച്ച കാര്യങ്ങളെയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണത്. നിങ്ങളിത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. അവർ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ അവർ ഡെയിലി ബ്രെഡ് അനുദിന അനുഗ്രഹ പ്രാർത്ഥന കൂടി 5:30 അച്ഛൻ്റെ കൂടെ പ്രത്യക്ഷീണ പ്രാർത്ഥിച്ചിട്ട് അത് തന്നെ അപ്പോൾ ഷെയർ ചെയ്യണം. അതിനെ സ്റ്റാറ്റസ് ആക്കണം. അത് എല്ലാ മക്കളിലേക്കും ക്രിസ്തു എത്തിച്ചേരുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. പ്രിയമുള്ളവരെ, പുറത്തുനിന്ന് കുറേ ആൾക്കാർ തിരിയൊക്കെ വിൽക്കുന്നുണ്ട്. അതൊന്നും വെഞ്ചരിച്ചതല്ല. ഒത്തിരി ആൾക്കാർ വെഞ്ചരിച്ചതാണെന്നും പറഞ്ഞുകൊണ്ട് ഉടമ്പടി തിരിയാണെന്നും പറഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്, അബദ്ധത്തിൽ വീഴുന്നുണ്ട്. പുറത്ത് ഒരു സാധനം വെഞ്ചരിച്ചതല്ല. അച്ഛൻ വെഞ്ചരിച്ചിരിക്കുന്ന സ്റ്റോളിൽ മാത്രമേ ഉള്ളൂ. കൃപാസനത്തിൽ വന്ന് തീർത്ഥാടക ഉടമ്പടി എടുത്തിരിക്കുന്ന സഹോദരങ്ങൾക്ക് മാത്രമാണ് മരിയൻ ഉടമ്പടി നേർച്ച വസ്തുക്കൾ അത് കൃപാസനത്തിൻ്റെ സ്റ്റോളിൽ നിന്ന് നമുക്ക് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ തന്നെ ഇവിടുത്തെ പ്രത്യക്ഷീകരണ അൽത്താരയിൽ ദിവ്യകുർബാന അർപ്പിച്ച് വെഞ്ചരിച്ച് പ്രാർത്ഥിച്ചാണ് നിങ്ങൾക്ക് നൽകുന്നത്. അത് പുറത്ത് ലഭ്യമല്ല എന്നുകൂടി സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു. കൃപാസനത്തിൽ നിന്ന് എന്ന് പറഞ്ഞ് ഒത്തിരിയേറെ വ്യക്തികൾ സ്വകാര്യ വാഹനങ്ങളിലും മറ്റുമായി ഓരോരോ ഭവനങ്ങളിൽ കടന്നു ചെന്നുകൊണ്ട് പണപ്പെരിവും മറ്റും നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ ഇതിനു മുമ്പ് ആരാധനയിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത് പോലെ കൃപാസനത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു വ്യക്തികളെയും ഇവിടെ നിന്ന് നിയോഗിച്ചിട്ടില്ല. ഇത്തരത്തിലുള്ള തട്ടിപ്പുകളിൽപ്പെട്ട് നിങ്ങൾ വഞ്ചിതരാകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു. കൃപാസനത്തിൽ നിന്ന് പ്രേക്ഷിത പ്രവർത്തനത്തിനായി തങ്ങളെ പറഞ്ഞയച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വസ്ത്രവും പണവും ഒക്കെ ശേഖരിക്കാൻ പല സ്ഥലങ്ങളിലും വ്യക്തികൾ ചെല്ലുന്നുണ്ട് എന്നുള്ള ഒരു കംപ്ലൈൻറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കൃപാസനത്തിൽ നിന്ന് അങ്ങനെ ഒരു നിർദ്ദേശം നമ്മൾ ആർക്കും കൊടുത്തിട്ടില്ല. വസ്ത്രങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഓഫീസിൽ നേരിട്ട് കൊടുക്കാമെന്നാണ് ബഹുമാനപ്പെട്ട അച്ഛൻ അറിയിച്ചിട്ടുള്ളത് ആരാധനാ മധ്യേ. അതുപോലെ തന്നെ മറ്റ് സഹായങ്ങളെല്ലാം
ചെയ്യേണ്ടവർക്ക് അത് കൃപാസനത്തിൽ നേരിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അല്ലാതെ ഇത്തരത്തിലുള്ള വ്യക്തികളെ നിങ്ങളെ ഏൽപ്പിക്കേണ്ടതില്ല എന്നുകൂടി സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു.